വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 4ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ. പ്രകാശം പ്രതിപതിക്കുമ്പോൾ വെൻ ലൈറ്റ് റിഫ്ലക്ട്സ്. പാഠത്തിൻ്റെ പേര് കേട്ടോ, വെൻ ലൈറ്റ് റിഫ്ലക്ട്സ് അല്ലെങ്കിൽ പ്രകാശം പ്രതിപതിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കുന്ന എന്തിനെക്കുറിച്ചാണ്? പ്രകാശത്തെക്കുറിച്ചാണ്. നമ്മൾ 1, 2, 3 ചാപ്റ്ററിൻ്റെ പഠിപ്പിച്ച് അതിൻ്റെ ലിങ്കൊക്കെ ഇട്ടായിരുന്നു നിങ്ങളതൊക്കെ കാണുന്നുണ്ടോ? അതൊക്കെ എഴുതിയെടുക്കണം കേട്ടോ. കാരണം എനിക്ക് തോന്നി 4 ചാപ്റ്റർ ആയിരിക്കും ഓണം എക്സാമിന്. ഇന്നത്തെ പത്രത്തിൽ 5-ാം തീയതി ആണെന്ന് ടൈം ടേബിളൊക്കെ വന്ന് കണ്ടായിരുന്നോ കേട്ടോ. അപ്പം 4 ചാപ്റ്റർ ആയിരിക്കും മിക്കവാറും നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് 4ാമത്തെ ചാപ്റ്റർ പ്രകാശം പ്രതിപതിക്കുമ്പോൾ എന്നാണ്. ഇംഗ്ലീഷ് എന്താ നിങ്ങളെ? വെൻ ലൈറ്റ് റിഫ്ലക്റ്റ്. അതായത് നമുക്ക് കാണാൻ കഴിയുന്ന ഊർജ രൂപമാണ് പ്രകാശം, അല്ലേ? നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഊർജ രൂപമാണ് പ്രകാശം. നമ്മുടെ പ്രപഞ്ചത്തെ വർണ്ണാഭമാക്കുന്നത് ഈ പ്രകാശത്തിൻ്റെ സവിശേഷതകളാണ്. മഴവില്ല്, ആകാശത്തിലെ വർണ്ണക്കാഴ്ചകൾ, മഞ്ഞുതുള്ളികളിലെ കുഞ്ഞു നക്ഷത്രങ്ങൾ മുതലായവയെല്ലാം, അല്ലേ? മഞ്ഞുതുള്ളികളിലെ കുഞ്ഞു നക്ഷത്രങ്ങൾ മുതലായവയെല്ലാം കാരണം പ്രകാശത്തിൻ്റെ വിവിധ പ്രതിഭാസങ്ങളാണ്. പ്രകാശത്തിന് ഈ പ്രതിഭാസങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന നിരവധി ഉപകരണങ്ങൾ തന്നെ ഉണ്ട്, അല്ലേ? പ്രകാശം നൽകുന്നമായ കാഴ്ചകൾ അത്ഭുതകരമാണ്. പ്രകാശത്തിൻ്റെ ഒരു പ്രതിഭാസമായ പ്രതിപതനത്തെക്കുറിച്ചാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത് കേട്ടോ. നിങ്ങൾ അതിന് ഇൻട്രഡക്ഷൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് നോക്കിക്കേ, ഈ പാഠഭാഗത്തിൽ ഞാൻ ഇംഗ്ലീഷും മലയാളത്തിലും നോട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ നോട്ടുണ്ട് കേട്ടോ. നോട്ടും നിങ്ങൾ അങ്ങ് എഴുതിയെടുക്കണേ. അപ്പം നമ്മൾ പാഠം ഒന്ന് വായിച്ചിട്ട് നോട്ട് തരാം. നോക്കിക്കേ. ഈ ജനലിലൂടെ വെയിൽ വല്ലാതെ അങ്ങ് അകത്തേക്ക് വരുന്നു. ആ കർട്ടൻ അങ്ങ് നീക്കിയിടുമോളെ, അവിടെ കിടന്നുകൊണ്ട് ഒരു അമ്മൂമ്മ ചോദിക്കുന്നതാണ്. നിങ്ങൾ ഇംഗ്ലീഷുകാരും ഇതിൻ്റെ കഥ അറിയണേ. നിങ്ങൾ ഇംഗ്ലീഷിൽ വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളിത് കേൾക്കണേ കേട്ടോ. ജനാല അടഞ്ഞാണല്ലോ കിടക്കുന്നത്, പിന്നെ എങ്ങനെയാ ഈ വെയിൽ ഉള്ളിൽ കത്തുന്നത്? ഒരു പെൺകുട്ടി അവിടെ ഇരുന്ന് പറയുക, ഈ അമ്മൂമ്മ എന്തു ഈ പറയുന്നേ? ഈ ജനാല അടഞ്ഞിട നമ്മളോടൊക്കെ പറയുമ്പോഴല്ലേ, നമ്മൾ പറയുമ്പോൾ അങ്ങനെയല്ലേ പറയുന്നത്? ആ ജനാലയിലൂടെ വെയിൽ വല്ലാതെ അകത്തേക്ക് വരുന്നു, ആ കർട്ടൻ അങ്ങ് നീക്കി ഇടുമോളേന്ന് ആ അമ്മൂമ്മ ആ കുട്ടിയോട് പറഞ്ഞപ്പം ആ കുട്ടി പറഞ്ഞില്ല, ചിന്തിക്കുന്നതായിട്ടാണ്, അല്ലേ? ജനാല അടഞ്ഞാണല്ലോ കിടക്കുന്നത്, പിന്നെ എങ്ങനെയാ ഈ വെയിൽ ഉള്ളിൽ കത്തുന്നത്? എങ്ങനെയായിരിക്കും കുഞ്ഞുങ്ങളെ? നിങ്ങളൊന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? എങ്ങനെയായിരിക്കും? അതായത് ജനലിലൂടെ വെളിച്ചം ഉള്ളിലെത്തിയപ്പോൾ കർട്ടൻ നീക്കിയിടാൻ മുത്തശ്ശി പറഞ്ഞത് എന്തുകൊണ്ടാണ്? എന്താണ്? കർട്ടനുകൾക്ക് കർട്ടൻ ഉള്ളതുകൊണ്ട് പ്രകാശത്തെ ഉള്ളിലോട്ട് കടത്തി വിടുന്നില്ല. അതായത് ഒരു കുഞ്ഞനുജത്തിയുടെ സംശയമാണ് ഇത്. ഞാൻ ഈ പറഞ്ഞത് ഒരു കുഞ്ഞനിയത്തിയുടെ സംശയമാണിത്. അടച്ചിട്ടാലും ചില്ലു ജനൽ വഴി പ്രകാശം ഉള്ളിൽ കടക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ജനലിലൂടെ വെളിച്ചം ഉള്ളിലെത്തിയപ്പോൾ കർട്ടൻ നീക്കിയിടാൻ മുത്തശ്ശി പറഞ്ഞത് എന്തുകൊണ്ടാണ്? സൂര്യപ്രകാശം മുറിക്കുള്ളിലേക്ക് വരുന്നത് തടയാൻ ചില്ലു ജനാലകൾ, കർട്ടന് പകരം മറ്റെന്തെല്ലാം നമുക്ക് ഉപയോഗിക്കാം, അതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ഇത് കണ്ടെത്താൻ നമുക്കൊരു പരീക്ഷണം ചെയ്യാം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കൂ നിങ്ങളെ, ജനലിലൂടെ വെളിച്ചം ഉള്ളിലെത്തിയപ്പോഴേ കർട്ടൻ നീക്കിയിടാൻ മുത്തശ്ശി പറഞ്ഞത് എന്തുകൊണ്ടാണ്? ആ കർട്ടനുകൾ പ്രകാശത്തെ കടത്തി വിടുന്നില്ല എന്നതുകൊണ്ടാണ്, അല്ലേ? കർട്ടനുകൾ പ്രകാശത്തെ ഉള്ളിലോട്ട് കടത്തി വിടുന്നില്ല എന്നതാണ്. സൂര്യപ്രകാശം മുറിക്കുള്ളിലേക്ക് വരുന്നത് തടയാൻ ചില്ലു ജനാലയിൽ കർട്ടന് പകരം മറ്റെന്തെല്ലാം നമുക്ക് ഉപയോഗിക്കാം എന്നുണ്ട്, അല്ലേ? മുറിക്കുള്ളിലോട്ട് അതൊരു ചോദ്യമല്ലേ നിങ്ങൾ? സൂര്യപ്രകാശം മുറിക്കുള്ളിലേക്ക് വരുന്നത് തടയാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാം? ഒന്നുകിൽ നമുക്ക് കറുത്ത പെയിൻ്റ് അടിച്ച് വെക്കാം, അപ്പോൾ അകത്തോട്ട് വരത്തില്ല. നിങ്ങളെ പെയിൻ്റ് ഇറ്റ് ബ്ലാക്ക്, കറുത്ത കളറ് കേട്ടോ. മലയാളംകാർ അതൊന്നും ഞാൻ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് എഴുതിയിട്ടില്ല, കാരണം അതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നിങ്ങളെ മലയാളംകാർ വേണമെങ്കിൽ എഴുതിയെടുത്തോ. കറുത്ത പെയിൻറ്റ് നമുക്ക് അടിക്കാം. പെയിൻറ്റ് ഇറ്റ് ബ്ലാക്ക്. പിന്നോ നമുക്കവിടെ പേപ്പറുകൾ ഉപയോഗിക്കാമെന്ന് പറയാം. നല്ല സ്യൂട്ടബിൾ പേപ്പറുകൾ അവിടെ ഉപയോഗിക്കാം. പിന്നോ റബ്ബർ ഷീറ്റുകൾ ഉപയോഗിക്കാം, അല്ലേ? റബ്ബർ ഷീറ്റ്. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു 2-3 എണ്ണത്തിൻ്റെ പേര് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ ആണോ? അപ്പോൾ അതിനെക്കുറിച്ചാണ് ആ ഫസ്റ്റ് പേജിൽ പറയുന്നത്. ഓക്കെ ആണോ നിങ്ങളെ? നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ പറയാം. ഞാൻ ഒരു പേജും കൂടെ വായിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. നോക്കിക്കേ. ഉരച്ച ഗ്ലാസ് ഷീറ്റ്, ചില്ല് ഗ്ലാസ്സിലെടുത്ത ശുദ്ധജലം. ഇതിൻ്റെ എല്ലാം ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റ് നോക്കണേ കേട്ടോ. ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റ് എടുത്ത് നോക്കണേ നിങ്ങൾ എന്തൊക്കെയാണ്. ഉരച്ച ഗ്ലാസ് ഷീറ്റ്, ചില്ല് ഗ്ലാസ്സിലെടുത്ത ശുദ്ധജലം, മരക്കട്ട,
തുണി, വെള്ള പേപ്പർ, കറുത്ത ചാർട്ട് പേപ്പർ, പിന്നെ ബട്ടർ പേപ്പർ, ജനലിൻ്റെ ചില്ല്, നാണയം, കണ്ണാടി, കണ്ണട ചില്ല്, മാർബിൾ, പോളിത്തീൻ കവർ, നിറമില്ലാത്ത പ്ലാസ്റ്റിക് ബോട്ടിൽ എന്നീ വസ്തുക്കൾ എടുത്ത് അവയിലേക്ക് ടോർച്ച് പ്രകാശിപ്പിച്ചു നോക്കൂ. ഇത്രയും സാധനം എടുത്തിട്ട് നിങ്ങൾ അതിലോട്ട് ടോർച്ച് പ്രകാശിപ്പിച്ചു നോക്കൂ. എന്താണ് കാണുന്നത്? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക. നമ്മളിവിടെ കുറേ എണ്ണത്തിൻ്റെ പേരിന് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഞങ്ങൾ ടെസ്റ്റിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഇത്രയും എണ്ണത്തിൻ്റെയും പേര് തന്നിട്ടുണ്ട്. ഇതിൽ പ്രകാശം കടത്തിവിടുന്നത്, ഉള്ളിലോട്ട് പ്രകാശത്തെ കടത്തിവിടുന്നത് ഏതാണ്, കടത്തിവിടാത്ത വസ്തുക്കൾ ഏതാണ്? നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റുമോ? അതാണ്ട് ഒരു ബോക്സ് തന്നിട്ടുണ്ട്. പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കൾ ഏതാണ്, പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കൾ ഏതാണ്? അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് കയറാം. നോക്കൂ ഞങ്ങളെ, നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ അത് എഴുതിയിട്ടുണ്ട് കേട്ടോ, നോക്കിക്കേ. അതായത് നമ്മുടെ ആദ്യത്തെ ചോദ്യം തന്നെ എഴുതിയത്, വൈ ഡിഡ് ഗ്രാൻഡ്മ ആസ്ക് ദ ഗേൾ ടു ക്ലോസ് ദ കർട്ടൻ വെൻ ലൈറ്റ് എൻറ്റേർഡ് ദ റൂം ത്രൂ ദ വിൻഡോ. ജനലിലൂടെ വെളിച്ചം ഉള്ളിലെത്തിയപ്പോൾ കർട്ടൻ നീക്കിയിടാൻ മുത്തശ്ശി പറഞ്ഞത് എന്തുകൊണ്ടാണ്? കർട്ടൻ പ്രകാശത്തെ കടത്തിവിടുന്നില്ല. കർട്ടൻ ഡസ് നോട്ട് അലോ ദ ലൈറ്റ് ടു പാസ് ത്രൂ. ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് എഴുതിയെടുക്കണം കേട്ടോ, മലയാളംകാർ മലയാളം എഴുതിയെടുക്കണം. ഓക്കെ ആണോ നിങ്ങളെ? പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞത് പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കൾ, നമ്മുടെ ഇപ്പം തന്ന ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് കടത്തിവിടുന്നവയും കടത്തിവിടാത്തവയും. നമുക്ക് കുറേ എണ്ണത്തിൻ്റെ പേര് തന്നായിരുന്നല്ലേ? ഏതൊക്കെയാണ് നിങ്ങളെ? ചില്ല് ഗ്ലാസ്സിലെടുത്ത ശുദ്ധജലം, പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കളാണ്, തിരിഞ്ഞു പോകല്ലേ നിങ്ങളെ. ഒബ്ജക്റ്റ് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ് ആണ്. ചില്ല് ഗ്ലാസ്സിലെടുത്ത ശുദ്ധജലം, ഉരച്ച ഗ്ലാസ് ഷീറ്റ്, ബട്ടർ പേപ്പർ, ജനലിൻ്റെ ചില്ല്, കണ്ണടയുടെ ചില്ല്, കണ്ണാടി, മാർബിൾ, പോളിത്തീൻ കവർ. ഇതിലെല്ലാം എന്താണ്? ഇത് ഇത്രയും ഈ പറഞ്ഞതിൽ പ്രകാശം കടത്തിവിടുന്നവയാണ്. നമ്മൾ കുറേ എണ്ണത്തിൻ്റെ പേര് പറഞ്ഞില്ലായിരുന്നോ? അതിനകത്തിൽ പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ് നിങ്ങളെ? അതിൻ്റെ ഇംഗ്ലീഷ് തന്നിട്ടുണ്ട്. ഗ്ലാസ് ഫിൽഡ് വിത്ത് പ്യുവർ വാട്ടർ, പിന്നെ സ്ക്രാച്ച്ഡ് ഗ്ലാസ് ഷീറ്റ്, ബട്ടർ പേപ്പർ, വിൻഡോ ഗ്ലാസ്, പീസ് ഓഫ് റീഡിംഗ് ഗ്ലാസ്. ഇതൊക്കെയാണ് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? ഇത് പ്രകാശത്തെ കടത്തിവിടുന്നവയാണ്. അങ്ങനെയാണെങ്കിൽ പ്രകാശത്തെ കടത്തിവിടാത്ത അതിനകത്തിൽ ഏതൊക്കെയാണ് പ്രകാശത്തെ കടത്തിവിടാത്തത്? നോക്കൂ നിങ്ങളെ, പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളാണ് എന്താ? ഒബ്ജക്റ്റ് ദാറ്റ് ഡു നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റ്. ഏതൊക്കെയാണ്? മരക്കട്ട, നാണയം, തുണി, വെള്ള പേപ്പർ, കറുത്ത ചാർട്ട് പേപ്പർ തുടങ്ങിയവയെ എന്ത് ചെയ്യുന്നു? പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പ്രകാശത്തെ കടത്തിവിടുന്നവയും, ഞാൻ പ്രധാനപ്പെട്ട മാത്രമേ എഴുതുന്നുള്ളൂ, നിങ്ങളെ വാരി വലിച്ചെഴുതുന്നില്ല. പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കളും കടത്തിവിടാത്ത വസ്തുക്കളും നമ്മൾ ആദ്യം പറഞ്ഞ ഏതൊക്കെയാണ്? അതാണ് കടത്തിവിടുന്നവയും കടത്തിവിടാത്തവയും. ഇത് നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം, മരക്കട്ട, മരത്തിൻ്റെ കട്ട, നാണയം അല്ലേ, കോയിൻ, തുണി, വെള്ള പേപ്പർ, കറുത്ത ചാർട്ട്, ഇതിലൊന്നും എന്താണ്? പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളാണ്. ഓക്കെ ആണല്ലോ? എഴുതിയെടുക്കണേ കേട്ടോ. അപ്പം നമ്മൾ 2 പറഞ്ഞു. ഈ പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കൾ ഏതെല്ലാം? അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു പ്രകാശത്തെ കടത്തിവിടുന്നതും കടത്തിവിടാത്തതും നടാ ബോക്സിൽ കിടന്നത് പറഞ്ഞു അല്ലേ? ബട്ടർ പേപ്പറിലൂടെ പ്രകാശം കടന്നു പോയില്ലേ? കണ്ണട ചില്ലയിലൂടെയോ? 2 വസ്തുക്കളും ഒരേ രീതിയിലാണോ പ്രകാശം കടത്തിവിടുന്നത്? ആണോ ഞങ്ങളെ? അത് നമുക്ക് ചോദിക്കാം. ഡു ബട്ടർ പേപ്പർ ആൻഡ് ദ ഗ്ലാസ് ട്രാൻസ്മിറ്റ് ലൈറ്റ് ഇൻ ദ സെയിം ഇൻ. ബട്ടർ പേപ്പറിലൂടെയും കണ്ണട ചില്ലയിലൂടെയും ഒരേ രീതിയിലാണോ പ്രകാശം കടന്നു പോകുന്നത്? ആണോ? ബട്ടർ പേപ്പറിലൂടെ പ്രകാശം ഭാഗികമായിട്ട് മാത്രമേ കടന്നു പോകത്തുള്ളൂ. അത് നിങ്ങൾ റഫായിട്ടൊന്ന് അറിഞ്ഞിരുന്നാൽ മതി അല്ലേ? ബട്ടർ പേപ്പറിലൂടെ പ്രകാശം മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു എന്താ? ഭാഗികമായിട്ട് എന്ന് വെച്ചാൽ നമുക്ക് ആണോ അല്ലയോ എന്നൊരു ഡൗട്ട് വരുന്ന ഒരു ഭാഗികമായിട്ടാണ്. പക്ഷേ കണ്ണട ചില്ലുകളിലൂടെയോ പ്രകാശം നന്നായിട്ട് കടന്നു പോകും അല്ലേ? എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ലൈറ്റ് ട്രാൻസ്മിറ്റ് പാർഷ്യലി ത്രൂ ബട്ടർ പേപ്പർ. കേട്ടോ ഇനി ചില വാക്കുകളൊക്കെ അറിയാം. പാർഷ്യലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഭാഗികമായി എന്ന് വെച്ചാൽ കുറച്ച് മാത്രം എന്ന് പറയത്തില്ലേ? കുറച്ച് കാണാം എന്ന് പറയില്ലേ? അതാണ് പാർഷ്യലി. ചില വാക്കുകളൊക്കെ ഇനി ഓർക്കണേ. പാർഷ്യലി എന്ന് വെച്ചാൽ എന്താണ്? ഭാഗികമായിട്ട്. അപ്പം ഇതങ്ങ് ഓർത്തോണം. നമ്മുടെ ബട്ടർ പേപ്പറിലൂടെ പ്രകാശം ഭാഗികമായിട്ട് മാത്രമേ കടന്നു പോകുന്നുള്ളൂ. അത് ഞാൻ എഴുതിയില്ല, കാരണം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. എന്താ നിങ്ങളെ? ലൈറ്റ് ട്രാൻസ്മിറ്റ് പാർഷ്യലി ത്രൂ ബട്ടർ പേപ്പർ. എന്നാലോ കണ്ണട ചില്ലുകളിലൂടെ പ്രകാശം നന്നായിട്ട് കടന്നു പോകും. അതുകൊണ്ടല്ലേ നമ്മൾ കണ്ണാടി വെക്കുന്നത് അല്ലേ? അപ്പുറം ഇപ്പുറം ഉള്ളത് കാണാനുണ്ട്. ഗ്ലാസ് എപ്പോഴും ട്രാൻസ്മിറ്റ് ലൈറ്റ് കംപ്ലീറ്റ്ലി. പ്രകാശം അപ്പുറം ഇപ്പുറം നല്ലതുപോലെ കടന്നു പോകുന്നുണ്ട്. ഓക്കെ ആണോ? അപ്പോൾ അതുകൊണ്ട് ഞാനത് എഴുതിയില്ല കേട്ടോ, അത് അറിഞ്ഞിരുന്നാൽ മതി.
ബട്ടർ പേപ്പർ, ജനൽ ചില്ല്, ഉരച്ച ചില്ല്, എണ്ണ പുരട്ടിയ പേപ്പർ, ചില്ലു കഷ്ണം, പോളിത്തീൻ കവർ, ചില്ലു ഗ്ലാസ്സിലെടുത്ത് ശുദ്ധജലം, നിറമില്ലാത്ത പ്ലാസ്റ്റിക് ബോട്ടിൽ എന്നിവ ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിച്ചു നോക്കുകയാണ്. പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രകാശത്തെ നന്നായി കടത്തിവിടുന്ന വസ്തുക്കളും ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളും ഏതൊക്കെയാണ്? നമ്മൾ ഒരു പരീക്ഷണം ചെയ്തു നോക്കുക. എന്തൊക്കെയാണെന്ന് അറിയാമോ? അവിടെ ബട്ടർ പേപ്പർ, ജനലിന്റെ ചില്ല്, ഉരച്ച ചില്ല്, അതാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്. ഈ ഇത്ര എണ്ണത്തിൽ ഏതൊക്കെയാണ് പ്രകാശത്തെ കടത്തിവിടുന്നത്? മുമ്പ് നമ്മൾ പറഞ്ഞത് തന്നെ. ഏതൊക്കെയാണ് ഏതൊക്കെയായിരിക്കും പ്രകാശത്തെ കടത്തിവിടുന്നത്? നമ്മളെ ബട്ടർ പേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കടത്തിവിടും. മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ? അതൊക്കെ തന്നെ എഴുതിയാൽ മതി കുഞ്ഞുങ്ങൾ കേട്ടോ. ഏതൊക്കെയാ? ഇപ്പൊ ചില്ല് ഗ്ലാസ്സിലെടുത്ത ശുദ്ധജലം, ഉരച്ച ഗ്ലാസ് ഷീറ്റ്, ബട്ടർ പേപ്പർ, ജനൽ ചില്ല്, കണ്ണട ചില്ല്, നിറമില്ലാത്ത പ്ലാസ്റ്റിക് ബോട്ടില്, മാർബിള്, പോളിത്തീന്, വെള്ള പേപ്പർ, ഇതെല്ലാം എന്താണ്? പ്രകാശത്തെ കടത്തിവിടുന്നവയാണ്. കേട്ടല്ലോ? പ്രകാശത്തെ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. എന്നാലോ കടത്തിവിടാത്ത വസ്തുക്കളാണ് മരക്കട്ട, നാണയം, തുണി, വെള്ള പേപ്പർ, കറുത്ത ചാർട്ട് പേപ്പർ. കേട്ടോ? ഇതൊന്നും എന്താണ്? കടത്തിവിടുന്നവയും കടത്തി വിടാത്തവയും. കേട്ടോ? ഞാൻ ഇവിടെ തന്നായിരുന്നു, നിങ്ങൾ എഴുതിയെടുത്ത് അല്ലേ? എഴുതിയെടുക്കണേ കേട്ടോ. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ടതിലോട്ട് കയറും. അപ്പോൾ ഇത് ഞാൻ ഈ തന്നത് ഇത്രയും നിങ്ങൾ റഫായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ പ്രകാശത്തെക്കുറിച്ചാണ് കുഞ്ഞുങ്ങളെ പഠിക്കുന്നത്. അപ്പോൾ ഒരമ്മൂമ്മ അവിടെ കിടന്നുകൊണ്ട് പറയുന്നുണ്ട്, എന്താ ആ കർട്ടൻ അങ്ങോട്ട് മാറ്റൂ, എനിക്ക് വെട്ടം കൂടുതലാ അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കുട്ടി പറഞ്ഞ എന്താണ്? കുട്ടി മനസ്സിൽ വിചാരിക്കുന്നതാണ് കർട്ടൻ നീക്കിയിട്ടേക്കുവാണല്ലോ ഇല്ലയോ, അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ റഫായിട്ടൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ബട്ടർ പേപ്പറിലും കണ്ണട ചില്ലുകളുടെയും പ്രകാശം കടന്നു പോകുന്നത് എങ്ങനെയാണെന്നൊരു ചോദ്യം ചോദിച്ചാൽ അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു കേട്ടോ. ഇംഗ്ലീഷും മലയാളവും പറഞ്ഞു തന്നു നിങ്ങളെ. അതൊന്നും വലിയതായിട്ട് ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ എഴുതാഞ്ഞത് കേട്ടോ. ഇനി എഴുതണമെന്ന് വല്ല നിർബന്ധം ഉണ്ടോ? അത് വേണോ കുഞ്ഞുങ്ങളെ? അത് ഞാൻ ഒന്നും കൂടെ പറയണോ? അതായത് ബട്ടർ പേപ്പറിലൂടെയും കണ്ണട ചില്ലുകളിലൂടെയും ഒരേ രീതിയിലാണോ പ്രകാശം കടന്നു പോകുന്നത് എന്ന ചോദ്യം നമ്മുടെ ടെസ്റ്റിലുണ്ട്. ഡു ബട്ടർ പേപ്പർ ആൻഡ് ദ ഗ്ലാസ് ട്രാൻസ്മിറ്റ് ലൈറ്റ് ഇൻ ദ സെയിം ലൈൻ അല്ലേ? അപ്പോൾ അത് ഇംഗ്ലീഷുകാരാണെങ്കിൽ നോ, ലൈറ്റ് ട്രാൻസ്മിറ്റ് പാർഷ്യലി ത്രൂ ബട്ടർ പേപ്പർ ആണ്, ഗ്ലാസ് ട്രാൻസ്മിറ്റ് ലൈറ്റ് കംപ്ലീറ്റ്ലി അല്ലേ? ബട്ടർ പേപ്പറിലൂടെ പ്രകാശം ഭാഗികമായിട്ട് കടന്നു പോകുന്നുണ്ട്, പക്ഷെ കണ്ണട ചില്ലുകളിലൂടെ പ്രകാശം നന്നായി കടന്നു പോകുന്നു. അത്രയും എഴുതിയാൽ മതി കേട്ടോ. അപ്പം പിന്നെ നമുക്ക് കുറേ എണ്ണത്തിൻ്റെ പേര് തന്നിട്ട് ഇതിനകത്തിൽ പ്രകാശം കടത്തിവിടുന്നവ ഏതാണ്, പ്രകാശം കടത്തിവിടാത്തത് ഏതാണ്, പ്രകാശം നന്നായിട്ട് കടന്നു പോകുന്ന എന്തൊക്കെയായിരിക്കും? പ്രകാശം നന്നായിട്ട് കടന്നു പോകുന്നത് നമുക്കൊന്ന് ചിന്തിക്കാം. ഏതൊക്കെയാണ് നിങ്ങളെ? ജനലിൻ്റെ ചില്ല് അല്ലേ, ചില്ല് കഷ്ണങ്ങൾ, അതുപോലെ ചില്ല് ഗ്ലാസ്സിലെടുത്ത ശുദ്ധജലം, നിറമില്ലാത്ത പ്ലാസ്റ്റിക് ബോട്ടിനകത്തിൽ കൂടെ ഒക്കെ എന്താണ്? പ്രകാശം തന്നത്. കാരണം നമുക്ക് അപ്പുറം ഉള്ളതിനെ ഇപ്പുറത്ത് കാണാനും കഴിയും. പ്രകാശം ഉള്ളത് കൊണ്ടല്ലേ എന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ. അതുപോലെ തന്നെ പ്രകാശം ഭാഗികമായിട്ടാണെങ്കിലോ ബട്ടർ പേപ്പർ, ഉരച്ച ചില്ല്, എണ്ണ പുരട്ടിയ പേപ്പറോ പോളിത്തീൻ കവറോ ഇതൊന്നും നമുക്ക് എന്താണ്? പ്രകാശത്തെ ഭാഗികമായിട്ട് മാത്രമേ, എന്ന് വെച്ചാൽ ഒരു ഊഹം, ഭാഗികമായിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇനി നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തിലോട്ട് കയറാം. അതായത് പ്രകാശം കടത്തിവിടുന്നതുമായി ബന്ധപ്പെട്ട് 3 തരം വസ്തുക്കളുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ടെസ്റ്റിൽ കിടപ്പുണ്ടോ കുഞ്ഞുങ്ങളെ? ഏതാണ്ട് മുകളിലാണ്. ഇംഗ്ലീഷുകാർ നോക്കണേ. പ്രകാശം കടത്തിവിടുന്നതുമായി ബന്ധപ്പെട്ട് 3 തരം വസ്തുക്കൾ ഉണ്ടല്ലോ. എങ്ങനെ പറയും? ഹൗ മെനി ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ് ദാറ്റ് ദെയർ ബേസ്ഡ് ഓൺ ദ ട്രാൻസ്മിഷൻ ഓഫ് ഒബ്ജക്റ്റ്. ഞാൻ അത് നോട്ട് തന്നിട്ടുണ്ട്, നോട്ട് എഴുതാം കുഞ്ഞുങ്ങളെ. സുതാര്യ വസ്തു, അതാര്യ വസ്തു, അർദ്ധധാര്യ വസ്തു എന്നിങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഫിസിക്സ് ആണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് 8ലും 9ലും 10ലും ഒക്കെ പഠിക്കാനുള്ളതാണ് കേട്ടോ. കുഞ്ഞുങ്ങളെ, ഈ ഒരു ചാപ്റ്റർ 8, 9, 10 എല്ലാം പഠിക്കാനുള്ളതാണ്. അപ്പം നമ്മൾ ഒന്നാമത് പഠിക്കുന്നത് ട്രാൻസ്പെയറൻറ്റ് ഒബ്ജക്റ്റ്, ട്രാൻസ്ലൂസൻ്റ് ഒബ്ജക്റ്റ് ആൻഡ് ഒപ്പാക്ക് ഒബ്ജക്റ്റ്. 3ആയിട്ട് നമ്മൾ പ്രകാശം കടത്തിവിടുന്നതിനെ കുറിച്ച് പറയുന്നു. ഏതാണ്? 3ആയിട്ട് തിരിക്കുന്നു. സുതാര്യ വസ്തു, അതാര്യ വസ്തു, അർദ്ധധാര്യ വസ്തു എന്നിങ്ങനെ പറയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? പ്രകാശം കടത്തിവിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ദ ലൈറ്റ് ട്രാൻസ്മിഷൻ ഓഫ് ലൈറ്റ് 3 വിധമാണ്. ട്രാൻസ്പെയറൻറ്റ് ഒബ്ജക്റ്റ്, ഒപ്പാക്ക് ഒബ്ജക്റ്റ്, ട്രാൻസ്ലൂസൻ്റ് ഒബ്ജക്റ്റ്. ഇംഗ്ലീഷും മലയാളവും കേട്ടോ. സുതാര്യ വസ്തുക്കൾ, അർദ്ധധാര്യ വസ്തുക്കൾ, അധാര്യ വസ്തുക്കൾ. ഓക്കെ, നമുക്കത് പഠിക്കാം. ഇംഗ്ലീഷുകാരുടെ ഇംഗ്ലീഷും മലയാളം എഴുതിയിട്ടുണ്ട്. ഹൗ മെനി ടൈപ്സ് ഓഫ് ഒബ്ജക്റ്റ് ആർ ദെയർ ബേസ്ഡ് ഓൺ ദ ട്രാൻസ്മിഷൻ ഓഫ് ലൈറ്റ്. പ്രകാശം കടത്തിവിടുന്നതുമായി ബന്ധപ്പെട്ട് എത്ര തരം വസ്തുക്കളാണുള്ളത്? 3. ട്രാൻസ്പെയറൻറ്റ്. ഇനി ഇതിൻ്റെയൊക്കെ മലയാളം അറിയണേ കുഞ്ഞുങ്ങളെ. ട്രാൻസ്പെയറൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? സുതാര്യ വസ്തു, സുതാര്യ വസ്തു. ഒപ്പാക്ക് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ അതാര്യ. സുതാര്യ വസ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക? അപ്പുറത്ത് നിൽക്കുന്നത് ഇപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് സുതാര്യം. അപ്പം എന്താ
എന്താണെന്ന് നമുക്കിപ്പോൾ പഠിക്കാം. എന്നാലും നിങ്ങൾക്ക് ഇത് ആദ്യം കേൾക്കുമ്പോൾ എന്തോന്ന് അറിയണ്ടാവും നിങ്ങൾ. ട്രാൻസ്പെയറൻ്റ് ആണെന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് അപ്പുറത്തുള്ളതിനെ ഇപ്പുറത്ത് കാണാൻ പറ്റുന്നതാണ് സുതാര്യ വസ്തു. അങ്ങനെയാണെങ്കിൽ ഒപ്പാക്ക് എന്ന് വെച്ചാൽ ആധാര്യമാണ്, നമുക്ക് കാണാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മുടെ വീടിൻ്റെ ഡോറ്, നമ്മുടെ ഭിത്തി അപ്പുറത്തുള്ളതുപോലെ ഇപ്പുറത്ത് കാണാൻ പറ്റുന്നുണ്ടോ? അത് അധാര്യം അല്ലെങ്കിൽ ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ്, അർത്ഥധാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ജനലിൻ്റെ ചില ചില്ലുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് അപ്പുറത്തുള്ള ഏകദേശ രൂപമൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇല്ലേ? പിന്നെന്താ, അതിനൊക്കെ എക്സാമ്പിൾ ഉൾപ്പെടെ നമുക്കിനിയും പറയാം. അപ്പോൾ 3 തിരിച്ചിട്ടുണ്ട്: ട്രാൻസ്പെയറൻ്റ് ഒബ്ജക്റ്റ്, ഒപ്പാക്ക് ഒബ്ജക്റ്റ്, ട്രാൻസ്ലൂസൻറ്റ്. ഇതിൻ്റെ അർത്ഥം അറിയണേ കുഞ്ഞുങ്ങളെ. ട്രാൻസ്പെയറൻ്റ് എന്ന് വെച്ചാൽ അപ്പുറമുള്ളത് ഇപ്പുറത്ത് നമുക്ക് കാണാം, ഒപ്പാക്ക് എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല, ട്രാൻസ്ലൂസൻറ്റ് എന്ന് വെച്ചാൽ കുറച്ച് മാത്രം അധാര്യമായിട്ട് നമുക്ക് കാണാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണെന്ന് പഠിക്കാം. എന്താണ് ഈ ട്രാൻസ്പെയറൻ്റ് ഒബ്ജക്റ്റ്? അതിൻ്റെ ഗീവ് എക്സാമ്പിൾ. ഇത് ഉറപ്പായിട്ടും പഠിക്കണേ കുഞ്ഞുങ്ങളെ. എന്താണ് ട്രാൻസ്പെയറൻ്റ് ഒബ്ജക്റ്റും അതിൻ്റെ എക്സാമ്പിളും? സുതാര്യ വസ്തുക്കളാണ്. തിരിഞ്ഞു പോകല്ലേ. സുതാര്യ വസ്തുക്കൾ. ഒബ്ജക്റ്റ് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ് വെരി വെൽ ആർ കാൾഡ് ട്രാൻസ്പെയറൻ്റ്. പ്രകാശം നന്നായിട്ട് കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? എന്താണ് സുതാര്യ വസ്തുക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ. ഉദാഹരണം: ഗ്ലാസ്, ഷീറ്റ്, ശുദ്ധമായ ജലം, വായു. ഇതെല്ലാം എന്താണ്? ട്രാൻസ്പെയറൻ്റ് ആണ്. ഒബ്ജക്റ്റ് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ് വെരി വെൽ ആർ കാൾഡ് ട്രാൻസ്പെയറൻ്റ് ഒബ്ജക്റ്റ്. ഉദാഹരണം എന്താ നിങ്ങളെ? ഗ്ലാസ്, ഷീറ്റ്, പ്യുവർ വാട്ടർ, എയർ എന്നിവ എന്താണ്? പ്രകാശത്തെ നന്നായിട്ട് കടത്തിവിടുന്നവയാണ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇത് നന്നായിട്ട് കടത്തിവിടുന്നതിനെ ട്രാൻസ്പെയറൻ്റ് അല്ലെങ്കിൽ സുതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒപ്പാക്ക് ഒബ്ജക്റ്റ് എന്താണ്? ഒപ്പാക്ക് ഒബ്ജക്റ്റ് വിച്ച് ഡു നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റ് ആർ കാൾഡ് ഒപ്പാക്ക് ഒബ്ജക്റ്റ്. പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളാണ് അധാര്യ വസ്തുക്കൾ. സുതാര്യവും അധാര്യവും, ട്രാൻസ്പെയറൻറ്റും ഒപ്പാക്കും. തിരിഞ്ഞു പോലെ നിങ്ങളെ മിക്കവർക്കും തിരിയുന്നുള്ളത് കൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. സുതാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശത്തെ കടത്തിവിടുന്നതാണ്. അപ്പോൾ ഒപ്പാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡു നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റ്, പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളാണ് അധാര്യ വസ്തുക്കൾ. ഉദാഹരണം: വുഡ്, തടി അല്ലേ, പേപ്പർ, കളേർഡ് ക്ലോത്തുകൾ, നിറമുള്ള തുണി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അറിയാവുന്നതൊക്കെ എഴുതാം. എല്ലാത്തിലും ഞാൻ 3 വീതം എഴുതിയിട്ടുണ്ട്. മിനിമം 3 പഠിക്കേണ്ടതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ഞാൻ 3 തന്നെ എഴുതിയത്. ഓക്കെ ആണോ? അപ്പം തിരിഞ്ഞു പോകല്ലേ കുഞ്ഞുങ്ങളെ. ഒപ്പാക്ക്, ട്രാൻസ്പെയറൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രകാശത്തെ നല്ലതുപോലെ കടത്തിവിടുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഒപ്പാക്ക് ഒബ്ജക്റ്റ്, പ്രകാശത്തെ കടത്തിവിടാത്തത്. ഇനി ഞാൻ പറഞ്ഞു ഒരെണ്ണവും കൂടിയുണ്ട്. ഏതാ? 3 പ്രകാശത്തെ കടത്തിരിച്ചിരിക്കുന്നത്. ട്രാൻസ്ലൂസൻറ്റ്. എന്താണ് ഈ ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ്? അതായത് അർദ്ധധാര്യ വസ്തുക്കൾ. എന്താ നിങ്ങളെ? അർദ്ധധാര്യ വസ്തുക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശം ഭാഗികമായിട്ട് കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധധാര്യ വസ്തുക്കൾ. പ്രകാശത്തെ എന്താണ്? ഭാഗികമായിട്ട് കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധധാര്യ വസ്തുക്കൾ. ഒബ്ജക്റ്റ് വിച്ച് ട്രാൻസ്മിറ്റ് ലൈറ്റ് പാർഷ്യലി. മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു പാർഷ്യലി എന്ന വാക്കിന്റെ അർത്ഥം ഭാഗികമായിട്ട് എന്ന് വെച്ചാൽ കുറച്ചു മാത്രം, ഭാഗികമായിട്ട് കാണുന്ന ആർക്കാളുടെ ട്രാൻസ്ലൂസൻറ്റ്. എക്സാമ്പിള്: ബട്ടർ പേപ്പർ, ഇങ്ക് ആഡർ വാട്ടർ, അതുപോലെ ഓയിൽഡ് പേപ്പർ. ബട്ടർ പേപ്പർ, മഷി ചേർത്ത വെള്ളം, എണ്ണ പുരണ്ട കടലാസും ഒക്കെ എന്താണ്? അർദ്ധധാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ട്രാൻസ്ലൂസൻ്റ് ആണ്. അപ്പം 3 നമ്മൾ പഠിച്ചു. എന്താ ഞങ്ങളെ? ഹൗ മെനി ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ് ദാറ്റ് ദർ ബേസ്ഡ് ഓൺ ദ ട്രാൻസ്മിഷൻ ഓഫ് ലൈറ്റ്? ട്രാൻസ്പെയറൻ്റ് ഒബ്ജക്റ്റ്, ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആൻഡ് ട്രാൻസ്ലൂസൻ്റ് ഒബ്ജക്റ്റ്. ട്രാൻസ്പെയറൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രകാശത്തെ നന്നായി കടത്തിവിടുന്നതാണ് ട്രാൻസ്പെയറൻ്റ്. ഒപ്പാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശത്തെ കടത്തിവിടാത്ത ഇതാണ് കേട്ടോ. ഇനി ഭാഗികമായിട്ട് പാർഷ്യലി ട്രാൻസ്മിറ്റ് ലൈറ്റ് ആണെങ്കിലോ ആർക്കാളുടെ എന്താവും നിങ്ങളെ? ട്രാൻസ്ലൂസൻ്റ്. തിരിഞ്ഞു പോകല്ലേ. എക്സാമ്പിൾ ഉൾപ്പെടെയാണ് ഞാൻ തന്നിരിക്കുന്നത്. അത് വൃത്തിയായിട്ട് പഠിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പം 3 നമ്മൾ പഠിച്ചു. ട്രാൻസ്പെയറൻ്റ്, ട്രാൻസ്ലൂസൻ്റ്, ഒപ്പാക്ക് ഒബ്ജക്റ്റ് അല്ലേ? ഇനി നമ്മളോട് ചോദിക്കുകയാണ്, ക്യാൻ യു ചേഞ്ച് എ ട്രാൻസ്പെയറൻ്റ് ഗ്ലാസ് ഷീറ്റ് ഇൻ ടു ട്രാൻസ്പെയറൻ്റ് ഓറോ ഒപ്പാക്ക് വണ്ണ്? അതായത് ഈ സുതാര്യമായ ഒരു ഗ്ലാസ് ഷീറ്റ്, സുതാര്യമായിരിക്കുന്ന ഒരു ഗ്ലാസ് ഷീറ്റ്, പേപ്പർ ഉണ്ടല്ലോ, ഈ ഷീറ്റ് അർദ്ധധാര്യമാണോ അധാര്യമാണോ എന്നാണ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ്?
അതാര്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താ മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ? അർത്ഥധാരിയോ അധാരിയോ എന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെ ഇംഗ്ലീഷ് എന്താ? ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്. ക്യാൻ യു ചേഞ്ച് എ ട്രാൻസ്പെയറൻറ്റ് ഗ്ലാസ് ഷീറ്റ് ഇൻറ്റു ട്രാൻസ്പെയറൻ്റ് ആണോ ഓർ ഒപ്പാക്ക് ആണോ? അതെന്താ ഒപ്പാക്ക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമുക്ക് പെയിൻറ് ചെയ്യാം, കാണാതിരിക്കുക. അത് അതാര്യമാക്കാൻ വേണ്ടി നമുക്ക് എന്താക്കാം? പെയിൻറ് ചെയ്യാം. അപ്പുറത്തുള്ളതിനെ ഇപ്പുറത്ത് കാണാതിരിക്കാൻ വേണ്ടി എന്താണ് ഗ്ലാസിൻ്റെ മുകളിൽ നമുക്ക് ഫുള്ള് പെയിൻറ് ചെയ്ത് വെക്കാം. അപ്പോൾ അപ്പുറത്തുള്ളത് കാണത്തില്ലല്ലോ. നമ്മൾ ചില കുപ്പിയിലൊക്കെ കണ്ടിട്ടില്ലേ, കുപ്പിയുടെ പുറത്ത് ഫുള്ള് എന്താ കളർ അടിച്ച് വെച്ചിരിക്കുന്നത്. ഇനി അതുപോലെ പേപ്പർ ഫുൾ ഒട്ടിച്ച് വെക്കാം അല്ലേ? പെയിൻറ് ഇറ്റ് ബ്ലാക്ക്. അതുപോലെ സ്റ്റിക്ക് പേപ്പേഴ്സ് ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ അർത്ഥധാര്യമാക്കാനോ പകുതി ഏകദേശം നമുക്ക് കാണാൻ പറ്റണം അല്ലെ? അർത്ഥധാര്യമാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ കരി പിടിപ്പിക്കാം. ഈ കരി പിടിപ്പിക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട് കുഞ്ഞുങ്ങളെ. അതുപോലെ തന്നെ എണ്ണ പുരട്ടാം. വളരെ നേരിയ രീതിയിൽ ചായങ്ങൾ ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കളർ അടിക്കാം എന്നാണ് പറയുന്നത്. ബൈ സൂട്ടിങ്, ബൈ ഓയിലിംഗ്, ബൈ പെയിൻറ്റിങ്, മിഡ്ലി എന്നൊക്കെ പറയാം. വളരെ നേരിയ രീതിയിൽ ചായങ്ങൾ ഉപയോഗിക്കാം കേട്ടോ. ഇത് അർത്ഥധാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ട്രാൻസ്ലൂസൻ്റ് ആണ്. ഒപ്പാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അധാര്യമാക്കുക. അപ്പം കാണാൻ പറ്റാത്ത അപ്പുറത്തുള്ളതിനെ ഇപ്പുറത്ത് കാണാൻ ഒരു ഗ്ലാസ്സിലാണ് അല്ലേ? എന്തോത്തിലായിരുന്നു? ഒരു ഗ്ലാസ് ഷീറ്റ് അല്ലേ? അത് അധാര്യമാക്കാൻ നമുക്ക് പെയിൻറ്റിങ് ചെയ്യാം, പേപ്പർ ഒട്ടിക്കാൻ ചെയ്യാം. അപ്പോൾ അപ്പുറത്തുള്ളതിനെ ഇപ്പുറത്ത് കാണത്തില്ല അല്ലേ? എന്നാൽ പകുതിയെ അർത്ഥധാര്യം കുറച്ച് മാത്രം കാണാൻ പറ്റുന്നെങ്കിൽ എന്താവും ഞങ്ങളെ കരി പിടിപ്പിക്കുകയോ എണ്ണ പുരട്ടാം. വളരെ നേരിയ രീതിയിൽ ചായങ്ങൾ ഉപയോഗിക്കാമെന്നും പറയുന്നുണ്ട് കേട്ടോ. അതായത് അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായില്ലേ? ടെസ്റ്റിൽ കിടപ്പുണ്ടോ? കൂടുതൽ വസ്തുക്കൾ ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിക്കാം. പരീക്ഷിച്ച വസ്തുക്കളെ സുതാര്യ വസ്തുക്കൾ, അർത്ഥധാര്യ വസ്തുക്കൾ, അധാര്യ വസ്തുക്കൾ എങ്ങനെ തരംതിരിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക എന്നാ. ഓക്കെ, സുതാര്യ വസ്തുവിനെ അധാര്യമാക്കുന്നത് എങ്ങനെ? സുതാര്യമായ ഒരു ഗ്ലാസ് ഷീറ്റ് അർത്ഥധാര്യമോ അധാര്യമോ ആക്കാൻ നമുക്ക് സാധിക്കും. അതാണ് നമ്മൾ എഴുതിയത്. എന്തെല്ലാം മാർഗങ്ങൾ നിങ്ങൾക്ക് നിർദ്ദേശിക്കാനാവും? അതിൻ്റെ ആൻസർ ആവും നിങ്ങളെ നമ്മളിപ്പോൾ എഴുതിയത്. സുതാര്യമായ ഒരു ഗ്ലാസ് ഷീറ്റിൽ ചിത്രങ്ങൾ കാണുന്നത് പോലെ കരി പിടിപ്പിച്ചൊന്ന് നോക്കാൻ. എന്ത് മാറ്റമാണ് അവിടെ സംഭവിച്ചത്? എന്താ നിങ്ങളെ കരി പിടിപ്പിക്കുന്നതിൻ്റെ പടം നിങ്ങൾക്ക് കണ്ടോ? ടെസ്റ്റ് തന്നിട്ടുണ്ട് കണ്ടോ? അങ്ങനെ നോക്കാൻ നിങ്ങൾക്ക് അപ്പുറത്തുള്ളതിനെ ഇപ്പോൾ. പക്ഷേ കരി പിടിപ്പിച്ചാൽ നമ്മൾ അതെന്താ തുടയ്ക്കുമ്പോൾ ആ കരി അങ്ങ് പോകത്തില്ലയോ നിങ്ങളെ? അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഗ്ലാസ് ഷീറ്റിൽ കൂടുതൽ കരി പറ്റുമ്പോൾ വെളിച്ചം കടത്തിവിടുന്ന സ്വഭാവത്തിന് എന്ത് സംഭവിക്കുന്നു? പരീക്ഷണം ചെയ്തു നോക്കാനാ പറഞ്ഞത് കണ്ടോ? ആ പരീക്ഷണം അവിടെ ചെയ്തു വെച്ചേക്കുന്നത്. ഗ്ലാസ് ഷീറ്റിനെ അർത്ഥധാര്യമോ അധാര്യമോ ആക്കാൻ മറ്റെന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാം? നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എഴുതാൻ. പിന്നെ ശുദ്ധജലം സുതാര്യമാണെന്ന് നിങ്ങൾക്കറിയാമോ? ശുദ്ധജലം സുതാര്യമാണോ അല്ലയോ എന്ന്. ശുദ്ധജലം വായുവും അധാര്യമാക്കാൻ നമുക്ക് സാധിക്കുമോ? ഇതിനായിട്ടൊരു പരീക്ഷണം രൂപകൽപ്പന ചെയ്തു. താഴെ കൊടുക്കുന്ന ചിത്ര സൂചികയിൽ ശ്രദ്ധിക്കൂ എന്നാണ് പറയുന്നത്. അതിനുവേണ്ടി ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കണ്ടോ? മഷിയും ചന്ദനത്തിരിയും ഈ പ്രവർത്തനം ചെയ്യാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന. അതായത് ഞാനതിനെ ചുരുക്കി പറയാം നിങ്ങളെ. ജലം, ഒരു സുതാര്യമായ പ്ലാസ്റ്റിക് ബോട്ടിലിൽ ജലം നിറയ്ക്കണം. ഒരു സുതാര്യമായ, അതായത് ഒരു പ്ലാസ്റ്റിക് കുപ്പിക്കകത്ത് വെള്ളം ഒഴിക്കുക. ഇതിലേക്ക് നിങ്ങൾ ടോർച്ച് പ്രകാശിപ്പിച്ച് നിരീക്ഷിക്കുക. നമ്മൾ ടോർച്ച് അടിക്കുക. തുടർന്ന് ഏതാനും തുള്ളി മഷി ഈ ജലത്തിൽ ചേർത്തതിന് ശേഷം പരീക്ഷണം ആവർത്തിക്കുക. എന്താ? മഷി ചേർക്കുമ്പോൾ ജലം എന്തായിട്ട് മാറുന്നു? അർത്ഥധാര്യം എന്ന് വെച്ചാൽ എന്താ? നമ്മൾ നേരത്തെ ഇത് പ്യുവർ വാട്ടർ പോലാണോ കുഞ്ഞുങ്ങളെ? ശുദ്ധമായ വെള്ളമാണോ? അന്നേരം ഇത് അർത്ഥധാര്യമാകുന്നു. വായുവോ? സുതാര്യമായ ഗ്ലാസ് ബോട്ടിൽ എടുക്കുക. ടോർച്ചിൽ നിന്നുള്ള പ്രകാശം ഇതിൽ പതിപ്പിച്ച് നിരീക്ഷിക്കുക. തുടർന്ന് പ്ലാസ്റ്റിക് ബോട്ടിൽ പുക നിറയ്ക്കുക. ടോർച്ചിലെ പ്രകാശം പതിപ്പിക്കുക എന്നൊക്കെയാണ്. പുക നിറച്ച ഗ്ലാസ് ബോട്ടിൽ എന്തായിട്ട് മാറുന്നു? അർത്ഥധാര്യമായിട്ട് മാറ്റുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അതൊരു പരീക്ഷണമായിട്ടാണ്. നിങ്ങളുടെ സ്കൂളിൽ പറയുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അതൊരു പരീക്ഷണമായിട്ട് പറഞ്ഞാൽ മതി. അടുത്ത് നോക്കൂ നിങ്ങൾ. ഇനി നമുക്ക് മറ്റെന്തെല്ലാം വസ്തുക്കൾ ഇതിനായി നിങ്ങൾക്ക് ഉപയോഗിക്കാനാവും? നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ കൂടുതലും പരീക്ഷണം ചെയ്ത് നോക്കാനാവും ഓരോരോ കേട്ടോ. വസ്തുക്കളുടെ സുതാര്യതയും അധാര്യതയും നിത്യജീവിതത്തിൽ എങ്ങനെയാണെന്ന്. എന്താവും നിങ്ങളെ അടുത്ത നമ്മളിവിടെ മെയിൻ ക്വസ്റ്റ്യൻ ആൻസറുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. വസ്തുക്കളുടെ സുതാര്യതയും അധാര്യതയും നിത്യജീവിതത്തിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ഒന്ന് പറയാൻ പറ്റുമോ? എങ്ങനെ പറയും? ട്രാൻസ്പെയറൻസി ആൻഡ് ട്രാൻസ്പെയറൻസി എന്ന് തന്നെയാണ് ചെയ്യുന്നുള്ളത്. നോക്കട്ടെ.
അത് തന്നെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ടെസ്റ്റിൽ കിടപ്പുണ്ടോ? വസ്തുക്കളുടെ സുതാര്യതയും അതാര്യതയും നിത്യജീവിതത്തിൽ, ട്രാൻസ്പെറൻസി ആൻഡ് ഒപ്പാസിറ്റി ഓഫ് ഒബ്ജക്റ്റ് ഇൻ ഡെയിലി ലൈഫ്. വസ്തുക്കളുടെ സുതാര്യതയും അതാര്യതയും നിത്യജീവിതത്തിൽ എങ്ങനെയാണെന്ന്. വിവിധ വസ്തുക്കൾ പ്രകാശം കടത്തിവിടുന്നതിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി അല്ലേ? ഓരോ വസ്തുക്കളിലും പ്രകാശം കടത്തിവിടുമ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾ അതൊക്കെ ചെയ്തു നോക്കണം കേട്ടോ. പറഞ്ഞാൽ പറ്റത്തില്ല, നിങ്ങളെ ചെയ്ത് തന്നെ നോക്കണം. വസ്തുക്കളുടെ അതാര്യതയും സുതാര്യതയും എങ്ങനെയെല്ലാം നമ്മൾ പ്രയോജനം. റീഫില്ല് പേനയിൽ മഷി തീർന്നോ എന്ന് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? റീഫില്ലിൻ്റെ പേനയുണ്ടല്ലോ, നമ്മൾ റീഫിൽ അതിൻ്റെ മഷി തീർന്നോ എന്ന് എങ്ങനെയാണ് നോക്കുന്നത്? അതുപോലെ ഓയിൽ പേപ്പർ ഉപയോഗിച്ച് ചിത്രങ്ങളും മാപ്പുകളും നിങ്ങൾ ട്രേസ് ചെയ്യാറുണ്ടോ? വീടിൻ്റെ ചുമരും വാതിലുകളും എല്ലാം സുതാര്യമായിരുന്നെങ്കിലോ? വീടിൻ്റെ ചുമരുണ്ടല്ലോ, നമ്മുടെ ഭിത്തിയൊക്കെ കാണാൻ പറ്റും, അപ്പുറം ഉള്ളതിനെ ഇപ്പുറത്ത് കാണാൻ പറ്റുമായിരുന്നെങ്കിലോ എന്നാ ചോദിച്ചിരിക്കുന്നത്. എന്തുമായിരിക്കും? അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമുക്ക് ഇനി പഠിക്കേണ്ടത്. നോക്കിയേ, സുതാര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ, അർദ്ധധാര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ, അധാര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ. മറ്റ് എല്ലാ ചാപ്റ്റർ പോലെ അല്ല കുഞ്ഞുങ്ങളെ. ഇത് നമുക്കങ്ങനെ കൂടുതൽ പറയാനൊന്നും പറ്റില്ല. കാരണം ഇതിനകത്ത് നോക്കിക്കേ, നമ്മൾ പ്രകാശത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അതിനകത്ത് ഇപ്പം നമ്മൾ പറയുന്നത് ഡെയിലി ലൈഫിൽ ട്രാൻസ്പെറൻസി ആൻഡ് ഒപ്പാസിറ്റി ഓഫ് ഒബ്ജക്റ്റ് ഇൻ ഡെയിലി ലൈഫ് കാണുന്നുണ്ടോ? അതിനകത്തിൽ സിറ്റുവേഷൻ ഇൻ വിച്ച് ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ് ആർ യൂസ്ഡ്. സുതാര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ. നമ്മൾ ഈ ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്നത് എപ്പോഴൊക്കെയാണ്? കണ്ണടകളിൽ, അതുപോലെ തന്നെ വാഹനങ്ങളുടെ ഗ്ലാസ്സിൽ. അതറിയണേ നിങ്ങളെ, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇൻസ്പെക്ടാക്കിൾസ്, കണ്ണടകൾ അല്ലേ? അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ. മലയാളംകാരെ മലയാളം എഴുതിയെടുക്കണം, ഇംഗ്ലീഷുകാരെ ഇംഗ്ലീഷ് എഴുതണം. അതുപോലെ തന്നെ ഇത് നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ് ആർ യൂസ്ഡ്. ഇനി സിറ്റുവേഷൻ ഇൻ വിച്ച് ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ് ആർ യൂസ്ഡ്. ട്രാൻസ്ലൂസൻ്റ് ആണെങ്കിലോ ഓയിൽഡ് പേപ്പറും ബട്ടർ പേപ്പറും. ഓയിൽഡ് പേപ്പറും ബട്ടർ പേപ്പറും, അതും അർദ്ധധാര്യ വസ്തുക്കൾ. ട്രാൻസ്ലൂസൻ്റ് എന്ന് വെച്ചാൽ അർദ്ധധാര്യ വസ്തുക്കൾ. അങ്ങനെയാണെങ്കിൽ ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആർ യൂസ്ഡോ? സിറ്റുവേഷൻ ഇൻ വിച്ച്, ഇതൊക്കെ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് കുഞ്ഞുങ്ങളെ. സിറ്റുവേഷൻ ഇൻ വിച്ച് ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആർ യൂസ്ഡ്. കർട്ടണ്, ഡോറ് ആൻഡ് വിൻഡോ. അധാര്യ വസ്തുക്കൾ. ഒപ്പാക്ക് എന്ന് വെച്ചാൽ കാണാൻ പറ്റാത്ത അല്ലേ? കാണാൻ പറ്റാത്ത വസ്തു ഉപയോഗിക്കുന്ന സന്ദർഭം. കർട്ടൺ, നമ്മൾ കർട്ടൺ ഇടുമല്ലോ എന്ന് വെച്ചാൽ അപ്പുറത്തുള്ളതിനെ ഇപ്പുറത്ത് കാണാതിരിക്കാനാണ് കർട്ടൺ ഇടുന്നത്. പിന്നെ വാതിലുകൾ, ജനലുകളും ഒക്കെ വെക്കുന്നതോ? വാതിലുകൾ അടച്ചിടത്തില്ലേ, ജനലുകൾ അടച്ചിടുക. കാണുന്നുണ്ടെങ്കിൽ നമ്മൾ തുറന്നിടും, ഇല്ലെങ്കിൽ അടച്ചിടും ഇല്ലേ? അപ്പോൾ ഒപ്പാക്ക് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ മനസ്സിലായോ? അപ്പം 3 കാര്യങ്ങളാണ് ഡെയിലി ലൈഫിൽ പറയുന്നത്. ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ് എന്താണെന്നും തിരിഞ്ഞു പോലെ കുഞ്ഞുങ്ങളെ. അതിൽ സ്പെക്ടാക്കിൾസ്, മോട്ടോർ വെഹിക്കിൾ. ട്രാൻസ്ലൂസൻസ് ആണെങ്കിലോ, ട്രാൻസ്ലൂസൻസ് ഓയിൽ പേപ്പറും ബട്ടർ പേപ്പറും. ഇനി ഒപ്പാക്ക് ആണെങ്കിലോ കർട്ടൺ. ഇത് തിരിഞ്ഞു പോകില്ല. ട്രാൻസ്പെറൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തുള്ളതിനെ ഇപ്പുറത്ത് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് നിങ്ങൾ പെട്ടെന്ന് അന്നേരം ചിന്തിക്കണം. അപ്പുറത്തുള്ളതിനെ ഇപ്പുറത്ത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് വെക്കുന്ന കണ്ണാടി, അതുപോലെ വാഹനങ്ങളിൽ വെക്കുന്നത്, ഇതൊക്കെ നോക്കണം. ഇനി കാണാൻ കുറച്ച് മാത്രം കാണാൻ പറ്റുന്നത് മുമ്പേ നമ്മൾ പഠിച്ചതാണ് ഓയിൽ പേപ്പറും ബട്ടർ പേപ്പറും അല്ലേ? അതങ്ങ് ഓർത്ത് വെച്ചേക്കണേ. കാണാൻ പറ്റാതിരിക്കാനാണെങ്കിൽ അത് കർട്ടണ്, ഡോറ്, വിൻഡോ. ഇത്രയൊക്കെയാണോ കുഞ്ഞുങ്ങളെ? അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ടെസ്റ്റിൽ പറയുന്നത്. ഇനി അതിനകത്തിലൊരു ബോക്സ് കൊടുത്തേക്കുന്നത് കണ്ടോ നിങ്ങൾ? ഇംഗ്ലീഷുകാർ നോക്കണേ കുഞ്ഞുങ്ങളെ. അദൃശ്യനായ മനുഷ്യൻ കേട്ടോ. അതിൻ്റെ മലയാളം കണ്ടോ? ഇൻവിസിബിൾ മാൻ, അദൃശ്യനായ മനുഷ്യൻ. ഇംഗ്ലീഷ് സാഹിത്യകാരനായ നമ്മുടെ മനുഷ്യ ശരീരം സുതാര്യമായിരുന്നെങ്കിലോ എന്ന് ഇവിടെ ഒരു കൊച്ചു നിന്ന് ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ ശരീരമൊക്കെ സുതാര്യമായിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ കാണാൻ പറ്റാതിരുന്നെങ്കിലോ എന്ന് ഇല്ലേ? അതിന് ഇംഗ്ലീഷ് സാഹിത്യകാരനായ H.G. വെൽസിൻ്റെ പ്രശസ്തമായ ശാസ്ത്ര സാങ്കല്പിക നോവലാണ് ദ ഇൻവിസിബിൾ മാൻ. നോവലിലെ കഥാപാത്രമാണ് ശാസ്ത്രജ്ഞനായ ഗ്രിഫിൻ. താൻ നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായി ഗ്രിഫിൻ്റെ ശരീരം സുതാര്യമായി മാറുന്നു എന്ന് വെച്ചാൽ മാജിക്ക് കാണിച്ച് അയാളുടെ ശരീരം സുതാര്യമായിട്ട് മാറ്റിയെന്ന്. ഇങ്ങനെ അദൃശ്യനായി മാറിയ ഗ്രിഫിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ നോവലിൽ പ്രതിപാദിക്കുന്നത്. ഏത് നോവലാണ് നിങ്ങളെ? ദ ഇൻവിസിബിൾ മാൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് കേട്ടോ. അതിന് വായിക്കാൻ, മലയാളമൊക്കെ വായിക്കാൻ, കഥയൊക്കെ വായിക്കാൻ അറിയാമോ? ഇങ്ങനെ വായിച്ചാണ് മലയാളം പഠിക്കുന്നത്. 7ാം ക്ലാസ്സിലെ കുട്ടികളെടുത്ത് മിക്കേൻ്റെ അടുത്ത് പുസ്തകം ഒന്ന് വായിക്കാൻ പറയുമ്പോൾ വലിയ പാടാണ് കേട്ടോ. പകുതി സമയവും നമുക്ക് അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ പറയും ഇനിയിപ്പോൾ ആകെപ്പാടെ ഇത്രയും സമയമല്ലേ പഠിപ്പിക്കാൻ കിട്ടത്തുള്ളൂ, അപ്പോൾ നിങ്ങൾ വായിക്കണ്ട അങ്ങ് ഇരിക്കാൻ പറയും അല്ലേ? അങ്ങനെ മിക്കപ്പോഴും സംഭവിക്കുന്നത്. കാരണം ഓരോ അക്ഷരവും ഇരുന്ന് നുള്ളി പറക്കുക. അതെന്തുകൊണ്ടാണെന്നറിയോ നിങ്ങൾ ഇപ്പം നമ്മൾ പുസ്തകത്തിലെ കാര്യം മാത്രമല്ല പഠിപ്പിക്കുന്നത്. കാരണം
നിങ്ങൾ ഈ സമയം കിട്ടുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നറിയോ, പഴയ ഈ കഥപുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ, കൊച്ചു പിള്ളേരുടെ ആയാലും വേണ്ടിയില്ല, കഥപുസ്തകങ്ങൾ എടുത്ത് വായിച്ച് പഠിക്കണം. എന്തിനാണെന്നറിയോ, അക്ഷരങ്ങളും പഠിക്കും, വായിക്കുന്നതിലൂടെ നമുക്ക് അറിവും കിട്ടും കേട്ടോ. പുതിയ കൊച്ചു പിള്ളേരുടെ ഈ ബുക്ക് സ്റ്റോളിലൊക്കെ മേടിക്കാൻ കിട്ടും നല്ല കഥപുസ്തകങ്ങളൊക്കെ. വെറുതെ ഫ്രീ ടൈമിലൊക്കെ അതൊക്കെ ഇരുന്ന് വായിക്കുന്നത് നല്ലതാണ്. അത് വായിക്കുന്നതുകൊണ്ട് ഒരുപാട് ഉപയോഗമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ അദൃശ്യനായ ഒരു മനുഷ്യനെക്കുറിച്ചാണ്, അതായത് ദ ഇൻവിസിബിൾ മാൻ, ഇംഗ്ലീഷ് സാഹിത്യകാരനായ H.G. വെൽസിൻ്റെ പ്രശസ്തമായ ശാസ്ത്ര സാങ്കല്പിക നോവലാണ് ദ ഇൻവിസിബിൾ മാൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോഴോ പിന്നെ നോവലിലെ കഥാപാത്രമാണ് ശാസ്ത്രജ്ഞനായ ഗ്രിഫിൻ. താൻ നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായി ഈ ഗ്രിഫിൻ്റെ ശരീരം സുതാര്യമായിട്ട് മാറുന്നു. ഇങ്ങനെ അദൃശ്യനായി മാറിയ ഗ്രിഫിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ ഇൻവിസിബിൾ മാൻ എന്ന് പറയുന്ന നോവലിലുള്ളത് കേട്ടോ. അത് വായിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നമ്മുടെ ടെസ്റ്റിലെ ഒരു ബോക്സിൽ കൊടുത്തതുകൊണ്ടാണ് ഞാനത് വായിച്ചത്. ഓക്കെ, അടുത്ത നോക്കൂ ഞങ്ങളെ. സുതാര്യമായ ഒരു മനുഷ്യനെയോ ഒരു ജീവിയെയോ കഥാപാത്രമാക്കി നിങ്ങൾക്കും ഒരു ശാസ്ത്രകൽപിത കഥ എഴുതാവുന്നു. തിരിച്ചു വരുന്ന പ്രകാശം. ചില വസ്തുക്കളിൽ സുതാര്യമാണെന്നും ചിലത് അതാര്യമാണെന്നും നാം മനസ്സിലാക്കി. ചിലത് നമുക്ക് കാണാൻ പറ്റുന്നതും ചിലത് കുറച്ച് ഭാഗ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുമെന്നും കുറച്ച് നമുക്ക് ഒട്ടും കാണാൻ പറ്റുന്നില്ലെന്നും ഒക്കെ നമ്മൾ ഇതുവരെ പറഞ്ഞു അല്ലേ. ക്ലാസ് മുറിയുടെ ജനലും വാതിലും അടച്ച് പ്രകാശം കുറയ്ക്കൂ. ക്ലാസിൻ്റെ ജനലും വാതിലും എല്ലാം അടയ്ക്കാൻ. എന്നിട്ടോ ഒരു കണ്ണാടി ചുമരിന് അഭിമുഖമായി പിടിച്ച് ടോർച്ചിൽ നിന്നുള്ള പ്രകാശം അതിൽ പതിപ്പിച്ച് നോക്കൂ. പ്രകാശത്തിന് എന്ത് സംഭവിക്കുന്നു? പ്രകാശരശ്മികൾ കണ്ണാടിയിൽ തട്ടി ചുവരിൽ വന്ന് പതിച്ചത് നിങ്ങൾ കണ്ടുവല്ലോ. താഴെ പറയുന്ന വസ്തുക്കൾ ചുമരിന് അഭിമുഖമായി പിടിച്ച് ടോർച്ച് ഉപയോഗിച്ച് പ്രകാശം പതിപ്പിച്ച് പരീക്ഷണം ആവർത്തിക്കൂ എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് വേണ്ടിയാവും ഞാൻ വായിച്ചത്, കാരണം അവർക്ക് ഇതെന്താണെന്ന് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മലയാളം മീഡിയക്കാർക്ക് വായിക്കാൻ അറിയാമെന്ന്. ഞാൻ അങ്ങനെ വായിക്കാൻ ആർക്കും അറിയത്തില്ല എന്നല്ല കുഞ്ഞുങ്ങളെ പറയുന്നത്. എന്നാലും ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും സത്യം പറഞ്ഞാൽ നല്ലതുപോലെ കേട്ടോ വായിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പറഞ്ഞു കേട്ടോ, അല്ലാതെ ആർക്കും വായിക്കാൻ അറിയില്ല, അക്ഷരം അറിയത്തില്ല എന്ന് ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. ഇനി നോക്കിയേ, ആവശ്യമായ സാമഗ്രികൾ: മിനുസമുള്ള ടൈല്, പുതിയ സ്റ്റീൽ പ്ലേറ്റ്, ഓട്, ഹാൻഡ് ബോർഡ്, പേപ്പർ, മരക്കട്ട. നിരീക്ഷണം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വല്ല മനസ്സിലാവുന്നുണ്ടോ? നല്ല ഇത്രയും സാധനങ്ങളുണ്ട്. പ്രകാശം പതിച്ച വസ്തുക്കൾ, നമ്മൾ ഇത്രയും സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനകത്തിൽ പ്രകാശം പതിച്ച വസ്തുവും പ്രകാശം വസ്തുവിൽ തട്ടി തിരിച്ചു വരുന്നതിലുള്ള വ്യത്യാസവും ആണ് അറിയേണ്ടത്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയക്കാരുണ്ടോ കുഞ്ഞുങ്ങളെ? ഇംഗ്ലീഷ് മീഡിയത്തിൽ ദ ഒബ്ജക്റ്റീവ് ഓൺ വിച്ച് ലൈറ്റ് ഫെല്ല്. പ്രകാശം പതിച്ച വസ്തു, ആ ബോക്സ് കാണുന്നുണ്ടോ? ഈ ബോക്സിൽ എന്താ എഴുതേണ്ടത്? ദ ഒബ്ജക്റ്റ് ഓൺ വിച്ച് ലൈറ്റ് ഫെല്ല്. മറ്റേതോ പ്രകാശം വസ്തുവിൽ തട്ടി തിരിച്ചു വരുന്നതിലുള്ള വ്യത്യാസം. ദ ഡിഫറൻസ് ഇൻ ദ റിട്ടേണിംഗ് ഓഫ് ലൈറ്റ് ആഫ്റ്റർ ഫാളിംഗ് ഓൺ ദ സർഫസ്. അപ്പോൾ അവിടെ എങ്ങനെ എഴുതാം? മുഖം നോക്കുന്ന കണ്ണാടി അവിടെ ഉണ്ടല്ലോ, അതിനെ പ്രകാശം നന്നായി തിരിച്ചു പോകുന്നുണ്ട് അല്ലേ. പ്രകാശം അതിലോട്ട് അടിച്ചപ്പോൾ ലൈറ്റ് റിട്ടേൺ വെൽ എന്ന് വെച്ചാൽ നന്നായി ലൈറ്റ് റിട്ടേൺ ചെയ്യുന്നുണ്ട് മിറർ. പിന്നെ പേപ്പറിൽ അടിച്ചപ്പോഴോ അവിടെ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട്. പേപ്പറിൽ അടിച്ചാലോ പേപ്പറും വെരി ലിറ്റിൽ ലൈറ്റ് റേണ്, വളരെ കുറച്ച് മാത്രമേ പേപ്പറിൽ നിന്നും പോകുന്നുള്ളൂ. ഞാനീ പറയുമ്പോൾ ഇംഗ്ലീഷ് വേണ്ടുന്നവർ എഴുതിയെടുത്തോണ്ടോ നിങ്ങളെ. വെരി ലിറ്റിൽ ലൈറ്റ് റിട്ടേൺ എന്ന് വെച്ചാൽ പ്രകാശം വളരെ കുറച്ച് മാത്രം തിരിച്ചു പോകുന്നു. പിന്നെയോ വേറെ എന്ത് കൊടുത്തിട്ടുണ്ട്? ടൈല് കൊടുത്തിട്ടുണ്ട്. ടൈലുണ്ട്. പിന്നെ ന്യൂ സ്റ്റീൽ പ്ലേറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ന്യൂ സ്റ്റീൽ പ്ലേറ്റിലോ ലൈറ്റ് റിട്ടേൺ വെൽ അല്ലേ, അത് നമുക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. ലൈറ്റ് പ്രകാശം നന്നായിട്ട് തിരിച്ചു പോകുന്നുണ്ട്. പിന്നെ ബ്രോൺസ് ഉണ്ട്, പിന്നെ ഹാർഡ് ബോർഡ് ഉണ്ട്, വുഡൻ ബ്ലോക്ക് ഉണ്ട് അല്ലേ, മരക്കട്ട. മരക്കട്ടയിലൂടെ പ്രകാശം വളരെ കുറച്ച് മരക്കട്ടയിൽ പോകുന്നില്ല. ലൈറ്റ് ഡസ് നോട്ട് റിട്ടേൺ. മരക്കട്ടയിൽ പ്രകാശം തിരിച്ചു വരുന്നില്ല. തിരിച്ചു വരാത്തത് ഏതൊക്കെയാണ്? ഹാർഡ് ബോർഡ്, പിന്നെ മരക്കട്ട. ഇതിലൊന്നും പ്രകാശം തിരിച്ചു വരുന്നില്ല. എഴുതണോ നിങ്ങളിത്? അതായത് ഹാർഡ് ബോർഡ്, വുഡൻ ബ്ലോക്ക്, അവിടെ കുറേ പടം തന്നിട്ടുണ്ട്. ബ്രോൺസ്, സ്മൂത്ത് ടൈല് തന്നിട്ടുണ്ട് അല്ലേ. നമുക്കിത് കാണുമ്പോഴേ അറിയാം. അപ്പം നല്ലതുപോലെ പോകുന്നുണ്ടെങ്കിൽ ലൈറ്റ് റിട്ടേൺ വെൽ എന്നാണ് എഴുതേണ്ടത്. ലൈറ്റ് റിട്ടേൺ വെൽ, നല്ലതുപോലെ പാസ് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മളങ്ങനെ ലൈറ്റ് ഡസ് നോട്ട് റിട്ടേൺ, ലൈറ്റ് ഡസ് നോട്ട് റിട്ടേൺ. ആ രണ്ടെണ്ണം ഇംഗ്ലീഷുകാർ എഴുതിയാൽ മതി. മലയാളംകാർ പ്രകാശം കടന്നു പോകുന്നതാണെങ്കിൽ നന്നായി തിരിച്ചു പോകുന്നു അല്ലേ. പ്രകാശം പേപ്പറിൽ കൂടി വളരെ കുറച്ച് മാത്രമേ പോകുന്നുള്ളൂ. പിന്നെ
മരക്കട്ടയിലും പ്രകാശം തിരിച്ചു വരുന്നില്ല, ഓടിൽ കൂടി പ്രകാശം തിരിച്ചു വരുന്നില്ല കേട്ടോ. അതൊക്കെ നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം ഓടിൽ എന്തായാലും പ്രകാശം തിരിച്ചു പോകുന്നുണ്ടോ, ഇല്ല. അടുത്ത പ്രകാശത്തിൻ്റെ പ്രതിപതനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ. പ്രകാശത്തിൻ്റെ പ്രതിപതനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ, അത് ഞാൻ എഴുതിയിട്ടുണ്ടോ നിങ്ങളെ? എന്താണ് പ്രകാശത്തിൻ്റെ പ്രതിപതനം എന്നാൽ നോക്കിക്കേ. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ പ്രതിപതനം. ഇത് ഒരു മാർഗ്ഗം അല്ല 2 മാർക്കിന് ഉറപ്പായിട്ട് ചോദിക്കുന്ന. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് റെഫേഴ്സ് ടു ദ റിട്ടേണിംഗ് ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് സ്ട്രൈക്ക് ഓൺ ആൻ ഒബ്ജക്റ്റ്. നിങ്ങളുടെ ടെസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. പ്രകാശം വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്നതാണ് പ്രകാശത്തിൻ്റെ പ്രതിപതനം. ഏതെങ്കിലും ഒരു വസ്തുവിൽ ചെന്ന് തട്ടുമല്ലോ പ്രകാശം, അത് തട്ടിയിട്ട് തിരിച്ചു വരുന്നതാണ് പ്രകാശത്തിൻ്റെ പ്രതിപതനം. ഞങ്ങളെ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആണ് പ്രകാശത്തിൻ്റെ പ്രതിപതനം. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് റെഫേഴ്സ് ടു ദ റിട്ടേണിംഗ് ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് സ്ട്രൈക്സ് ഓൺ ആൻ ഒബ്ജക്റ്റ്. പ്രകാശം വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്നതാണ് പ്രകാശത്തിൻ്റെ പ്രതിപതനം. ചുമരിലേക്ക് പ്രകാശം നന്നായി പ്രതിഫലിക്കുന്ന വസ്തുക്കളുടെ പ്രതലം സ്പർശിച്ചു നോക്കൂ. എന്താണ് അനുഭവപ്പെടുന്നത്? ചുവരിലോട്ട് പ്രകാശത്തെ നന്നായിട്ട് പ്രതിഫലിക്കുക. അപ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? പ്രകാശം നന്നായി പ്രതിഫലിപ്പിക്കാത്ത വസ്തുക്കളുടെ പ്രതലമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. മിനുസമുള്ള വസ്തുക്കൾ പ്രകാശം ചുമരിലേക്ക് നന്നായി പ്രതിഫലിക്കുന്നു എന്നും പരുപരുത്ത പ്രതലമുള്ള വസ്തുക്കളെ പ്രകാശം പ്രതിപതനത്തിന് കുറവാണെന്നും നമുക്കറിയാം അല്ലേ? ഞാൻ ഈ സ്പീഡിൽ വായിച്ചു പോകുന്നത് അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ ഉള്ളത് ഞാൻ പറയാം നിങ്ങളെ. പരുപരുത്ത പ്രതലത്തിൽ ചുമരിലേക്ക് പ്രതിഫലിച്ച പ്രകാശത്തിൻ്റെ അളവ് കുറഞ്ഞു പോയത് എന്തുകൊണ്ടാണ്? അപ്പം നമുക്ക് അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിനെ കുറിച്ച് എന്താണെന്ന് പഠിച്ചു. അത് നിങ്ങൾ എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. ഞാനത് നിങ്ങളിപ്പോൾ പറഞ്ഞ രീതി അനുസരിച്ച് ഏതാണ്ട് സ്മൂത്തായിട്ടൊരു പ്രതലമാണെങ്കിൽ നിങ്ങളെ സ്മൂത്ത് പ്രതലമാണെങ്കിൽ എങ്ങനെയായിരിക്കും അവിടെ പോകുന്നത്? അതായത് ഒരു ദർപ്പണം എന്ന് വെച്ചാൽ മിററാണ് അല്ലേ? മുഖം നോക്കുന്ന ഒരു കണ്ണാടി ഇവിടെ വെച്ചിരിക്കുക. ആ കണ്ണാടിയിലോട്ട് നമ്മൾ പ്രകാശം, അവിടെ ആരോ മാർക്ക് കണ്ടോ? ആ പ്രകാശം ഇങ്ങോട്ട് അടിക്കുക അല്ലേ? ഇങ്ങോട്ട് അടിക്കുന്നതിൻ്റെ ആരോ മാർക്ക് കണ്ടോ നിങ്ങളെ? അത് നമ്മൾ എത്ര ഡിഗ്രി ആണോ ഇങ്ങോട്ട് ചരിച്ചു കൊടുക്കുന്നത് അത്രയും ഡിഗ്രി തന്നെ അതെന്താ അങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു 40 ഡിഗ്രി ചരിച്ചാണ് നമ്മുടെ ഈ വര ഫസ്റ്റ് ഇത് പോയെന്ന് വെച്ചോ, ആ 40-ൽ തന്നെയായിരിക്കും അത് പോകുന്നത്. മനസ്സിലായോ? ഇത് കണ്ടോ? ഏത് രീതിയിലാണോ നമ്മൾ എന്ന് വെച്ചാൽ മുഖം നോക്കുന്ന കണ്ണാടി അല്ലേ, സ്മൂത്ത് അല്ലേ, അതിൽ നമ്മൾ എത്രയാണോ ഡിഗ്രി പോട്ടെ എത്ര ചരിച്ചു വെച്ചാണോ അടിക്കുന്നത് അത്രയും ചെരുവിൽ തന്നെ ആയിരിക്കും തിരിച്ചു പോകുന്നത്. ഇപ്പോൾ പിടികിട്ടിയോ? എന്നാലോ നമ്മൾ സാൻഡ് പേപ്പറിലോട്ട് അടിക്കുന്നതിലോ, സാൻഡ് പേപ്പറിലാണെങ്കിൽ നോക്കിക്കേ, നമ്മൾ അടിക്കുന്ന രീതിയിലോട്ട് വല്ലതും ആണോ പോകുന്നത്? എന്താ അത് അവിടെ ആ സർഫസ് സ്മൂത്ത് അല്ലാത്തത് കൊണ്ട് അത് ചിതറിപ്പോകുന്നു അല്ലേ? സ്കാറ്ററിങ് ചെതറിപ്പോകുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇനി ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. എന്താണ് റെഗുലർ റിഫ്ലക്ഷൻ ആൻഡ് ഇറഗുലർ റിഫ്ലക്ഷൻ? ഈ ഇറഗുലർ റിഫ്ലക്ഷൻ്റെ വേറൊരു പേരാവും ഞങ്ങളെ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. എന്താണ് റെഗുലർ റിഫ്ലക്ഷൻ? റെഗുലർ റിഫ്ലക്ഷൻ അതിൻ്റെ വേറൊരു പേരാണ് ക്രമപ്രതിപതനം. ലൈറ്റ് ഫാളിംഗ് ഓൺ സ്മൂത്ത് സർഫസ് റിഫ്ലക്റ്റ് വിത്ത് റെഗുലാരിറ്റി. ദിസ് ഈസ് എ റെഗുലർ റിഫ്ലക്ഷൻ. മിറർ ഗീവ് എ റെഗുലർ റിഫ്ലക്ഷൻ. മിനുസമുള്ള പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിപദിക്കുന്നു. ഇതാണ് ക്രമപ്രതിപതനം. മലയാളം എളുപ്പമല്ലോ നിങ്ങളെ? മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ അത് ക്രമമായി പ്രതിപദിക്കുന്നു. ഇതാണ് ക്രമപ്രതിപതനം. ലൈറ്റ് ഫാളിംഗ് ഓൺ സ്മൂത്ത് സർഫസ് റിഫ്ലക്റ്റ് വിത്ത് റെഗുലാരിറ്റി. കേട്ടോ? അങ്ങനെയാണെങ്കിൽ ഇറഗുലറോ? ഇത് മിനുസമുള്ള പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ അത് ക്രമമായിട്ട് പ്രതിഫലിക്കുന്നുണ്ട്, അത് ക്രമപ്രതിപതനം. അങ്ങനെയാണെങ്കിൽ അത് റെഗുലറാണ്. ലൈറ്റ് ഫാളിംഗ് സ്മൂത്ത് സർഫസ് റിഫ്ലക്റ്റ് റെഗുലാരിറ്റി. ദീസ് റെഗുലർ റിഫ്ലക്ഷൻ മിറർ ഗീവ് എ റെഗുലർ റിഫ്ലക്ഷൻ ആണ് അല്ലേ? റെഗുലർ റിഫ്ലക്ഷൻ റെഗുലർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇറഗുലറോ? ഇറഗുലർ റിഫ്ലക്ഷൻ്റെ വേറൊരു പേരാണ് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ. എന്താണ് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ? അതായത് വിസരിത പ്രതിപതനം. മലയാളം
വിസരിത പ്രതിപതനം. എന്താണ്? വെൻ ലൈറ്റ് ഫാൾ ഓൺ റഫ് സർഫസ്, മറ്റേത് സ്മൂത്ത് ആണെങ്കിൽ ഇത് റഫ് സർഫസ്, ഇറ്റ് ഗെറ്റ് സ്കാറ്റേഡ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്. ദീസ് ഈസ് ഇറഗുലർ റിഫ്ലക്ഷൻസ് ഓർ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ. പരീക്ഷയ്ക്ക് ഡിഫ്യൂസ്ഡ് ആ ചോദിക്കുന്നെങ്കിൽ കേട്ടിട്ടില്ല എന്ന് പറയല്ലേ നിങ്ങളെ. ഇറഗുലർ റിഫ്ലക്ഷൻ്റെ വേറൊരു പേരാണ് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ. വെൻ ലൈറ്റ് ഫാൾ ഓൺ റഫ് സർഫസ് എന്ന് വെച്ചാൽ എന്താ? മിനുസമല്ലാത്ത, സ്മൂത്ത് അല്ലാത്ത സർഫസിൽ എന്താ പ്രകാശം പതിക്കുമ്പോൾ പല ദിശകളിലേക്കും ചിതറി പോകുന്നു അല്ലേ. ഇതാണ് ഇപ്പം നമ്മളെ പടം കണ്ടില്ലേ, അത് തന്നെ. എന്താ ഇത് റെഗുലറാണ് എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് വന്നിട്ട് കറക്റ്റായിട്ട് പോകുന്നു. ഇതോ ഇത് എന്താ ഇറഗുലറാണ് എന്ന് വെച്ചാൽ എന്താ അത് പോകുന്നത് എങ്ങോട്ടാ, ഓക്കെ, അടിക്കുന്നത് എങ്ങോട്ടാ, പോകുന്നത് എങ്ങോട്ടാ, മനസ്സിലാവുന്നുണ്ടോ? അതാണ് മിനുസമല്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ പല ദിശകളിലേക്കും ഇത് ചിതറിപ്പോകുന്നു. സ്കാറ്ററിങ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ അല്ലേ. ഇതാണ് എന്ത്? ഇറഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ വിസരിത പ്രതിപതനം. ഇതിൻ്റെയൊക്കെ മലയാളം അറിയണേ കുഞ്ഞുങ്ങളെ. ഇനി നമുക്ക് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈ പാഠം നിങ്ങൾ നല്ലപോലെ അറിയണം. നിങ്ങൾ ഏത് ഫിസിക്സിൻ്റെ ചാപ്റ്റർ എടുത്താലും ഈ ലൈറ്റിൻ്റെ പാഠവും കാണും, ഈ പാഠവും കാണും കേട്ടോ. അതിന് മുമ്പേ പ്രകാശം പ്രതിഫലിപ്പിക്കുന്നതിനെ കുറിച്ച് ടെസ്റ്റ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങളങ്ങ് വായിച്ചു നോക്കണം. നമുക്ക് മെയിൻ ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഇത് തന്നിരിക്കുന്നത്. ദർപ്പണത്തിൽ പതിച്ച പ്രകാശരശ്മിയുടെ രേഖ. അപ്പം ഇതിൻ്റെ നോക്കിക്കേ, മലയാളം ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ട്. അതായത് നോക്കിക്കേ, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഇതൊരു പ്ലെയിൻ മിററാണ്, ഒരു കണ്ണാടിയാണ്. അപ്പോൾ ഇവിടെ നിന്നും നമ്മൾ ഇങ്ങോട്ട് അടിച്ചു കൊടുക്കത്തില്ലേ, അടിച്ചു കൊടുക്കുന്നത് നല്ലപോലെ നോക്കണേ നിങ്ങളെ. ഞാനിപ്പോൾ ടോർച്ച് ഇവിടെ നിന്നും ഇങ്ങോട്ട് അടിക്കുന്നെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇൻസിഡൻറ്റ് റേ, അതായത് പതനരശ്മി. ഉണ്ടാവും നിങ്ങളെ. ഈ ടോർച്ച് എവിടെ നിന്നാണോ ഞാൻ അടിക്കുന്നത് അത് കണ്ടോ, ഇങ്ങനെ ഇതിനെ എന്ത് പറഞ്ഞു? ഇൻസിഡൻറ്റ് റേ അല്ലെങ്കിൽ പതനരശ്മി. ഇനി അത് വന്ന് നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഈ നിൽക്കുന്ന പോയിന്റ്, അതിന് നേരെ കണ്ടോ, ഇത് നോർമൽ ലൈനാണ്. ഇതെന്താണ്? നോർമൽ ലൈൻ. ഇതെന്താണ്? ഇൻസിഡൻറ്റ് റേ അല്ലെങ്കിൽ പതനരശ്മി. ഇത് നോർമൽ അല്ലെങ്കിൽ ലംബം എന്ന് പറയും. ഇനി ഇതിവിടെ വന്ന് മുട്ടിയിട്ട് അല്ലേ, നമ്മുടെ മിററിൽ വന്ന് തട്ടിയിട്ട് തിരിച്ചു പോകുന്നതിനെ റിഫ്ലക്റ്റഡ് റേ അല്ലെങ്കിൽ പ്രതിപതനം. പതനവും പ്രതിപതനവും എളുപ്പമല്ലേ. പതനം എന്ന് വെച്ചാൽ എന്താ? ഇവിടെ നിന്ന് അടിക്കുന്ന പതനം, ഇവിടെ നിന്നും പോകുന്നത് റിഫ്ലക്റ്റഡ് പ്രതിപതന രശ്മി. അപ്പം അങ്ങനെ പോകുമ്പോഴേ അതിനകത്തിലെല്ലാം ഒരു ആംഗിൾ കണ്ടോ, കോണുകൾ കണ്ടോ, ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് പതന കോൺ. ഇത് പതന റേ ആണെങ്കിൽ അവിടെ വരുന്നത് പതന കോണാണ് അല്ലേ. ഇൻസിഡൻറ്റ് റേ ആങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് അല്ലേ. എളുപ്പമല്ലേ കുഞ്ഞുങ്ങളെ. ഇവിടെ റിഫ്ലക്റ്റഡ് റേ ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിപതന കോണ്. ഇതിൻ്റെ രണ്ടിൻ്റെ അകത്ത് ഓരോ കോണ് രൂപപ്പെടുന്നുണ്ട്, കാണുന്നുണ്ടോ? അപ്പോൾ ഈ 4 പേര് ഓർത്തോണം. ഇൻസിഡൻറ്റ് റേ, ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്, റിഫ്ലക്റ്റഡ് റേ, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇത് വന്ന് എങ്ങോട്ടാണ്? മിററിലോട്ടാണ്, കണ്ണാടി അല്ലേ, പ്ലെയിൻ മിറർ അല്ലെങ്കിൽ സമതല ദർപ്പണം. പേര് നല്ലപോലെ പഠിച്ചോണേ കേട്ടോ. പതന കോണ്, പ്രതിപതന കോണ്, ലംബം അല്ലെ നോർമൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെയൊക്കെ എന്താണെന്ന് അറിയണ്ട. ഇതൊക്കെ എന്തുവാ അല്ലേ? പതനരശ്മി, പ്രതിപതന രശ്മി ഒക്കെ എന്തുവാന്ന് അറിയണ്ടേ നിങ്ങളെ. നോക്കിക്കേ, ഇൻസിഡൻറ്റ് റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു എന്താ, ഞാൻ പടം ഉൾപ്പെടെ നിങ്ങളെ പറയാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? കണ്ടോ, ഈ വന്ന് പതിക്കുന്നതാണ് പതനരശ്മി. കാണാൻ പറ്റുന്നല്ലോ. അപ്പോൾ എന്താണ് പതനരശ്മി? ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മി. ഈ ദർപ്പണത്തിൽ വന്ന് പതിക്കുന്ന പ്രകാശരശ്മിയാണ് പതനരശ്മി. ദ റേ ഓഫ് ലൈറ്റ് ഫാളിംഗ് ഓൺ ദ മിറർ ഇൻ ദ ഇൻസിഡൻറ്റ് റേ. അതൊക്കെയാണല്ലോ 1 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇനി പോയിന്റ് ഓഫ് ഇൻസിഡൻറ്റ്, പതന ബിന്ദു എന്ന് വെച്ചാൽ എന്താണ്? എന്താ നിങ്ങളെ? പതന ബിന്ദു, പതനരശ്മി ദർപ്പണത്തിൽ പതിക്കുന്ന ബിന്ദു. ഇത് വന്നിട്ട് ഇതാണ്ട് ഇവിടെ മുട്ടുന്നില്ല. ഇതാണ്ട് ഈ ഒരു ഇത് വരുന്നതും പോകുന്നതും ഒക്കെ കണ്ടാണ്ട് ഇതിന് പറഞ്ഞ പേരാണ് പതന ബിന്ദു. പതനരശ്മി ദർപ്പണത്തിൽ പതിക്കുന്ന ബിന്ദുവാണ് പതന ബിന്ദു. ദ point at which the incident ray fall on the mirror is the point of incident. കേട്ടോ, ഇത് പടം വരച്ച് തന്നെ നിങ്ങൾ പഠിക്കാമെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പം നമ്മൾ ഇത് പഠിച്ചു. എന്താ പതന രശ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നിങ്ങളെ? ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മിയാണല്ലേ. എന്നാലോ ഈ വന്ന് മുട്ടുന്നതിനെ പോയിന്റ് ഓഫ് ഇൻസിഡൻറ്റ്. അടുത്ത എന്താണ്? നോർമൽ. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ നടുക്ക് ഒരു വരയുണ്ട്, ലംബം അല്ലെങ്കിൽ നോർമൽ. ഈ പതന ബിന്ദുവിൽ ദർപ്പണത്തിന് ലംബമായി വരയ്ക്കുന്ന രേഖയാണ് ലംബം. ദ ലൈൻ ഡ്രോൺ പെർപെൻഡിക്കുലർ ടു ദ മിറർ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻറ്റ് ഈസ് ദി നോർമൽ. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? എഴുതി എടുക്കണേ. അടുത്ത റിഫ്ലക്റ്റഡ് റേ എന്താണ്? പ്രതിപതന ബിന്ദു.
പ്രകാശം പതനബിന്ദുവിൽ തട്ടി തിരിച്ചു വരുന്ന രശ്മിയാണ്. നമ്മൾ പറഞ്ഞായിരുന്നു ഇത് പതനരശ്മി എന്ന് വെച്ചാൽ പ്രകാശം ഇതിലോട്ട് വരുന്നത് അല്ലേ, ഇവിടെ നിന്നും പോകുന്നത് റിഫ്ലക്റ്റഡ് റേ അല്ലെങ്കിൽ പ്രതിപതന ബിന്ദു. പ്രകാശം പതനബിന്ദുവിൽ തട്ടി തിരിച്ചു വരുന്ന രശ്മിയാണ് പ്രതിപതന രശ്മി. ദ ലൈറ്റ് റേ റിഫ്ലക്റ്റിംഗ് ഫ്രം ദ മിറർ ഈസ് ദ റിഫ്ലക്റ്റഡ് റേ. ഇത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ഒരു എണ്ണമാണ്. ഇൻസിഡൻറ്റ് റേ എന്താണ് കേട്ടോ, ഇത് നിങ്ങൾ ഇതിൻ്റെ പോസ് ചെയ്തിട്ടിട്ട് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. എല്ലാം മലയാളം, നിങ്ങൾക്ക് മലയാളം എഴുതി തരുന്നത് തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇംഗ്ലീഷിലപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ സൗകര്യത്തെ പഠിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അടുത്ത് നോക്കൂ നിങ്ങളെ, തീരാറായി. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഈ പാഠത്തിലെ ഇത് ഞാൻ ഈ പ്രധാനപ്പെട്ട മാത്രമേ എഴുതിയിട്ടുള്ളൂ, ടെസ്റ്റ് ഫുൾ എഴുതിയിട്ടില്ല, നിങ്ങൾ പേടിക്കേണ്ട. അടുത്ത എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ആൻഡ്, കാരണം ഈ ലൈറ്റിനെ ബേസ് ചെയ്ത് ഇത് ഇത്രയും ഉള്ളത് തന്നെയാണ് കേട്ടോ. ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് എന്ന് വെച്ചാൽ പതന കോണും, നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ പ്രതിപതന കോണുകളും. ദ ആംഗിൾ ഓഫ് ബിറ്റ്വീൻ ദ ഇൻസിഡൻറ്റ് റേ ആൻഡ് ദ നോർമൽ ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്. ദ ആംഗിൾ ബിറ്റ്വീൻ ദ റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ഈസ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. വല്ലോ മനസ്സിലായോ? പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പതനകോൺ. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ എന്താണ് ഈ പതനകോൺ. ഇത് രണ്ടെണ്ണത്തിനെ കുറിച്ചാണ്. ആദ്യം നമ്മൾ ഇത് പഠിച്ചു, പതനരശ്മി എന്ന് വെച്ചാൽ റിഫ്ലക്റ്റഡും ഇതെന്താ ഇൻസിഡൻറ്റ്, സോറി കേട്ടോ, ഇത് ഇൻസിഡൻറ്റും ഇത് റിഫ്ലക്റ്റഡുമാണ് അല്ലേ. ഇൻസിഡൻറ്റും റിഫ്ലക്റ്റഡും, പതനരശ്മിയും പ്രതിപതനരശ്മി. അപ്പോൾ അതിനകത്ത് എന്താണ് പതനകോണും പ്രതിപതന കോണും ഉണ്ട്. അതെന്തുവാണ് ചോദിച്ചേക്കുന്നത്. പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പതനകോൺ ആണല്ലോ, നമ്മൾ പഠിച്ചല്ലോ. അതുപോലെ തന്നെ എന്താ പ്രതിപതനരശ്മിക്കും ലംബത്തിനും ഇടയിലാണ് പ്രതിപതന കോണ്. ആ ഒരൊറ്റ വരി എഴുതിയാൽ മതി കുഞ്ഞുങ്ങളെ. എന്താണ് പതനരശ്മിക്കും, അതാ പടത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പതനകോൺ. പ്രതിപതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പ്രതിപതന. ഞാൻ വരച്ചപ്പോൾ കാണിച്ചല്ലോ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട 3 മാർക്കിൻ്റെ ചോദ്യമാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ. എന്താണ് പ്രതിപതന നിയമം? ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻസ് ആർ ഈക്വൽ ആണല്ലോ. പതന കോണും പ്രതിപതന കോണും എപ്പോഴും തുല്യം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ചരിച്ച് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു കുഞ്ഞുങ്ങളെ. എന്താ ഇതിപ്പം ഇതിപ്പോൾ ഒരു 50 ഡിഗ്രി ചരിച്ചാണ് ഞാൻ വരയ്ക്കുന്നതെങ്കിൽ ആ 50 തന്നെയായിരിക്കും ഇങ്ങോട്ടും പോകുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പതന കോണും പ്രതിപതന കോണും. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നത് ഇതിനിടയ്ക്ക് അപ്പം എത്ര ആയിരിക്കും? ഇവിടെ അപ്പം എത്ര? ഇതിനിടയ്ക്ക് ഒരു 60 ആണെങ്കിൽ ഇവിടെ 60 ആയിരിക്കും. ഇത് രണ്ടും എപ്പോഴും തുല്യമായിരിക്കും. അതാ പതന കോണും പ്രതിപതന കോണും എപ്പോഴും തുല്യമായിരിക്കും. പതനരശ്മിയും പ്രതിപതനരശ്മിയും പതന ബിന്ദുവിലേക്കുള്ള ലംബവും ഒരേ തലത്തിൽ തന്നെ ആയിരിക്കും. ദ ഇൻസിഡന്റ് റേ, ദ റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ആർ ഓൺ ദ സെയിം പ്ലെയിനിലായിരിക്കും. എന്താ ഞങ്ങളെ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻസ് ആർ ഈക്വൽ. ദ ഇൻസിഡൻറ്റ് റേ, ദ റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻറ്റ് ആർ ഓൺ ദ സെയിം പ്ലെയിൻ ആയിരിക്കും അല്ലേ. മലയാളംകാരോ പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. പതനരശ്മിയും പ്രതിപതനരശ്മിയും ഈ പതന ബിന്ദുവിലേക്കുള്ള ലംബവും ഒരേ തലത്തിലായിരിക്കുമെന്ന്. ലോസ് ഓഫ് റിഫ്ലക്ഷനാണ്, ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണത്. അതുപോലെ അതിൻ്റെ ആ ലൈറ്റിൻ്റെ കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. ആ ലൈറ്റിലെ നമ്മളൊരു വസ്തുവിനെ കാണുന്നത് എങ്ങനെയാണ്? നമുക്ക് അവിടെ കൊണ്ടിപ്പം നിർത്താം. ഹൗ ഡു വി സീ തിങ്സ്? നാം ഒരു വസ്തുവിനെ എങ്ങനെയാണ് കാണുന്നത്? കണ്ണുകൊണ്ടാണ് കാണുന്നതല്ലേ, നമ്മൾ നോക്കിയതുകൊണ്ടല്ലേ കാണുന്നത്. പക്ഷെ അങ്ങനെ എഴുതാൻ പറ്റൂ. We seen an object when light coming from any sources of light falling on that object gets reflected and reaches our eyes. But we see a sources of light when the light from it reaches our eyes directly. എന്താ ഞങ്ങളെ, ഏതെങ്കിലും ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്നും വരുന്ന പ്രകാശം അത് ആ വസ്തുക്കളിൽ തട്ടി പ്രതിഫലിച്ചാണ് നമ്മുടെ കണ്ണിലെത്തുന്നത്. അപ്പോഴാണ് നാം ഒരു വസ്തുവിനെ കാണുന്നത്. അത്ര നിസ്സാരമായ കാര്യമാണോ? ആണോ നിങ്ങളെ? നമ്മളെല്ലാം പറയും നോക്കുമ്പോൾ അത് കണ്ടു ഇത് കണ്ടു, ഇതിൻ്റെ ഇടയ്ക്ക് എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നെന്ന് വല്ലോ നമ്മൾ അറിയുന്നുണ്ടോ? ഏതെങ്കിലും ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്നും വരുന്ന പ്രകാശം, ഏതെങ്കിലും ഒരു പ്രകാശം സ്രോതസ്സിൽ നിന്നും വരുന്ന പ്രകാശ സ്രോതസ് എന്നല്ല, പ്രകാശ സ്രോതസ്സിൽ നിന്ന് വരുന്ന പ്രകാശം ആ വസ്തുക്കളിൽ ചെന്ന് തട്ടിയിട്ട് അത് പ്രതിപദിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നാം ഒരു വസ്തുവിനെ കാണുന്നത്. എന്നാൽ പ്രകാശ സ്രോതസ്സുകളെ കാണുന്നത് അവയിൽ നിന്നുള്ള പ്രകാശം നേരിട്ട് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ്. എന്താണ്? ബട്ട് വി സീ എ സോഴ്സസ് ഓഫ് ലൈറ്റ് വെൻ ദ ലൈറ്റ് ഫ്രം ഇറ്റ് റീച്ചസ് അവർ ഐസ് ഡയറക്റ്റ്ലി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നാം ഒരു വസ്തുവിനെ കാണുന്നത് എങ്ങനെയാണ്? 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. മലയാളത്തിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം കേട്ടോ. അപ്പം നമ്മൾ ടെസ്റ്റിലെ
ഇതാണ്ട് ഇനി നമ്മൾ പഠിക്കുന്നത് മിററിനെ കുറിച്ചാണ് കേട്ടോ. മിററിനെ കുറിച്ചാണ്. അപ്പോൾ അത് ഒരു ക്ലാസ് കൂടെ ആകുമ്പോൾ നമ്മുടെ അത് തീരും. ഇപ്പോൾ ഏതാണ്ട് ഒരു 15 ക്വസ്റ്റ്യൻ പ്രധാനപ്പെട്ട ഞാൻ തന്നിട്ടുണ്ട്. ഒരു ലിങ്ക് കൂടി ഇട്ടെങ്കിലേ നമ്മുടെ ഈ ചാപ്റ്റർ തീരത്തുള്ളൂ കേട്ടോ. ഓക്കെ, മനസ്സിലായെന്ന് പറയണേ. നിങ്ങളെ കമൻറ്റ് ബോക്സിൽ മനസ്സിലായെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. ഓക്കെ, താങ്ക് യു.